രണ്ട് തരത്തിലുള്ള ദുരന്തങ്ങളുണ്ട്. ഒരു സെറ്റ് ഓഫ് ദുരന്തമുണ്ട്, മനുഷ്യൻ്റെ നിയന്ത്രണങ്ങൾക്കും പരിമിതികൾക്കും അപ്പുറമുള്ള ഒരു സെറ്റ് ഓഫ് ദുരന്തങ്ങളുണ്ട്. അതിന് നമ്മൾ സാധാരണ പറയുന്നത് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറയും, അഥവാ പ്രകൃതി ദുരന്തങ്ങൾ എന്ന് നമ്മൾ സാധാരണ പറയുന്നത്. രണ്ടാമതൊരു സെറ്റ് ഓഫ് ദുരന്തങ്ങളുണ്ട്, അത് വേറൊന്നുമല്ല, മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് എന്ന് പറയും. അതായത് മനുഷ്യനിർമ്മിതമായ ദുരന്തങ്ങൾ. മനുഷ്യൻ്റെ അലംഭാവം കൊണ്ട്, ഉദാസീനത കൊണ്ട്, ശ്രദ്ധക്കുറവ് കൊണ്ട് അത് പാലിക്കാൻ മനുഷ്യർക്കോ അതിനിരയാകുന്നവർക്കോ അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഗുണഭോക്താക്കൾക്കോ താല്പര്യമില്ലാത്തതും, പിന്നെ നമ്മുടെ സംവിധാനങ്ങൾ അതിന് പിന്നെ വേണ്ടിയുള്ള കളമൊരുക്കാത്തതും, അതിൻ്റെ വേണ്ടത്ര ജാഗ്രതയില്ലാത്തതും അടക്കമുള്ള നിരവധിയായ വിഷയങ്ങളാണ് പലപ്പോഴും ഇന്ന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് പല സ്ഥലങ്ങളിലും. ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ തൊട്ടടുത്ത് അകലെയല്ലാത്ത തേവലക്കരയിൽ ഒരു സ്കൂളിൻ്റെ മുകളിലൂടെ വൈദ്യുതി ലൈൻ കടന്നു പോകുന്നതിലേക്ക് ഒരു കുഞ്ഞ് സ്പർശിച്ച് 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഒരു മകൻ മരിച്ചു. ഈ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ മകൻ മരിക്കുമ്പോൾ സ്വാഭാവികമായി അവിടെ ഒരു രാഷ്ട്രീയ സംഘർഷങ്ങൾ, ഒരു വശത്ത് അങ്ങോട്ട്, ഒരു വശത്ത് പ്രതിരോധം, മറുവശത്ത് ആരോപണം, മറുവശത്ത് പ്രത്യാരോപണം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഒരു 10 ദിവസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ 15 ദിവസങ്ങൾ കൊണ്ട് ശാന്തമാവും. ആ കുടുംബത്തിന് സാമ്പത്തികമായ നഷ്ടപരിഹാരം കൊടുക്കും, ചിലപ്പോൾ മറ്റെന്തെങ്കിലും സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കും. അവിടെ വെച്ച് ഈ സംഗതി അവസാനിക്കുകയാണ്. എന്നാൽ ആ സംഭവിക്കുന്ന ഒരു പാഠത്തിൽ നിന്ന് അത് സംഭവിച്ചു പോയി, എന്തായാലും സംഭവിച്ചു, ഒരു ദുരന്തമാണ്, വേദനയാണ്, ദുഃഖമാണ്. ആ മാതാപിതാക്കൾ ഉള്ളിടത്തോളം കാലം ആ കുടുംബത്തിന് സഹിക്കാനാവുന്ന വേദനയല്ല, ബാക്കിയൊന്നും അതിന് പരിഹാരമല്ല. നമുക്കറിയാം, എല്ലാ വീടുകളിലും എല്ലാ അമ്മമാരും, നമ്മളെ കേൾക്കുന്നവരെല്ലാം രാവിലെ പത്രം എടുത്ത് നോക്കിയിട്ട് അയ്യോ എൻ്റെ മോൻ, എൻ്റെ പൊന്നുമോൻ എന്ന് പറഞ്ഞാണ് മുഴുവൻ ആളുകളും അതിനോട് പ്രതികരിക്കുക എന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഒരു കാര്യമുള്ളത്, അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കാൻ എന്താണ് വേണ്ടത്? ഇപ്പോൾ പണ്ടൊരു സ്കൂളുമായി ബന്ധപ്പെട്ട് ഒരു കുഞ്ഞ് പാമ്പ് കടിയേറ്റ് മരിച്ചു. അന്ന് വളരെ വൈകാരികമായി നമ്മളെല്ലാവരും പ്രതികരിച്ചു. അന്ന് പ്രതികരിച്ച സമയത്ത് വളരെ സവിശേഷമായി പറഞ്ഞു, സ്കൂളിൻ്റെ ഫിറ്റ്നസ് നോക്കണം, സ്കൂളിൻ്റെ റിസ്ക് അസസ്മെൻറ്റ് നടത്തണം, എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു സ്കൂളിൻ്റെ പരിസരത്ത് റിസ്കി ആയിട്ടുള്ളത്, ആ റിസ്ക് അസസ്മെൻറ്റ് നടത്തണം, ആ റിസ്ക് അസസ്മെൻറ്റ് നടത്തിയിട്ട് മാത്രമേ സ്കൂൾ മുന്നോട്ട് പ്രവർത്തിക്കാവൂ എന്നൊക്കെ പറയുമ്പോഴും ഇതെല്ലാം കേവലം വർത്തമാനം മാത്രമാണ്. ഞാനിത് പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ ഈ ജംഗ്ഷനിൽ നിൽക്കുമ്പോൾ ഒരു വലിയ ഒരു പാണ്ടി ലോറി നിറയെ ആക്രി സാധനങ്ങൾ കാണാത്തവണ്ണം കെട്ടിക്കൊണ്ട് റോഡിലേക്ക് പോകുന്നു. അദ്ദേഹം ആ ജംഗ്ഷനിൽ വന്ന് വല്ലാതെ കിടന്ന് പൊളയുകയാണ്. എന്താണെന്ന് വെച്ചാൽ, അത്രയും ഭീകരമായ ഒരു ലോഡ് വെച്ചിരിക്കുന്നതിൻ്റെ ആ വലിയ ഒരു ലോറിക്കകത്ത് ഒരു ഡ്രൈവർ മാത്രമാണുള്ളത്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കിളി പോലുമില്ല. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എതിർവശത്ത് നിന്ന് ഭീകരമായ ഒരു ഗ്യാസ് ടാങ്കർ പാസ് ചെയ്തു പോയി. ആ ഗ്യാസ് ടാങ്കറിലേക്ക് ഞാൻ നോക്കുമ്പോഴും ഗ്യാസ് ടാങ്കറിൽ ഒറ്റ ഡ്രൈവർ മാത്രമേ ഉള്ളൂ. പണ്ട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്കറിയാവുന്നതുപോലെ ദേശീയപാതയിൽ പുത്തൻതെരുവിൽ ഗ്യാസ് ടാങ്കർ മറിഞ്ഞ് പൊട്ടിത്തെറിച്ച് തീ പിടിച്ച് 6-7 പേർ മരിച്ചപ്പോൾ അന്ന് വാർത്തകളുടെ പരമ്പരയായിരുന്നു. അതായത് ഒരു ഡ്രൈവർ പോരാ, ഒരു കിളി പോരാ, 2 പേര് വേണം. ആ വണ്ടിയിൽ കിളിയില്ലായിരുന്നു, അന്നത്തെ വണ്ടിയിലും കിളിയില്ലായിരുന്നു, ഡ്രൈവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് വലിയ ആക്ഷേപങ്ങളും വലിയ ബഹളവും വെച്ചു. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ആൾ വന്നു, മറ്റൊരു വന്നു, ഇതെല്ലാം കരാർ കൊടുത്തിരിക്കുകയാണ്. ഈ കരാർ കൊടുത്തിരിക്കുന്നവർ അതിൻ്റെ ലാഭത്തിന് വേണ്ടി ഒരാൾക്ക് കൊടുക്കുന്ന 1000 രൂപ അല്ലെ 2000 രൂപ ലാഭം കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ റിസ്ക് എടുക്കുന്നത്. ഈ മനുഷ്യജീവൻ അപകടത്തിലായാൽ ആ അപകടം കൊണ്ടുണ്ടാകുന്ന ആളിന് എന്തെങ്കിലും ശിക്ഷ ഉണ്ടാവുമോ? ഇപ്പോൾ ഗ്യാസ് ടാങ്കർ മരിച്ചവർക്കെല്ലാം നഷ്ടപരിഹാരം കിട്ടി, കുറേ പേർക്ക് ആളുകൾക്ക് കിട്ടി, പോയവർക്ക് പോയി. ആ ഡ്രൈവറെ ശിക്ഷിച്ചതായി നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചോ? അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും സംഗതി ആ കമ്പനിയെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തതായി വായിച്ചോ? അത് ട്രാൻസ്പോർട്ട് ചെയ്ത സിസ്റ്റത്തെ എന്തെങ്കിലും തടസ്സമുണ്ടായോ? ഒന്നും ഉണ്ടായില്ല. താൽക്കാലികമായ ഒരു വികാര പ്രകടനം, ഒരു ബഹളം, ഇപ്പോൾ ഒരു ഒച്ചയും ബഹളവും, ഒരു ഇടിച്ചു കയറ്റം, ഒരു മുദ്രാവാക്യം വിളി, കുറേ പേർ അതിൻ്റെ പേരിൽ ഒരു വശത്ത് രാഷ്ട്രീയം, മറുവശത്ത് രാഷ്ട്രീയ പ്രതിരോധം, പിന്നെ നമുക്കിടയിൽ കുറേ ജാതി, മതം, തള്ള്, ഇത്തരം സംഗതികൾക്കപ്പുറത്ത് ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നതേയില്ല, ഒരു സിസ്റ്റം പ്രവർത്തിക്കുന്നതേയില്ല. ആ സിസ്റ്റത്തിൻ്റെ ശക്തി എന്താണെന്ന് ഒരു മനുഷ്യനും മനസ്സിലാക്കുന്നില്ല. അത് ഈ കുറ്റക്കാരനാകുന്നവന് ഒരു പ്രയാസവുമില്ല. അത്തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് രണ്ടും കണ്ടുകൊണ്ട് നിൽക്കേ, ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു യാത്ര പോയിട്ട് വന്ന് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ജംഗ്ഷനിൽ നിന്ന് ബസ് കയറ്റി വിടാൻ എൻ്റെ ജംഗ്ഷനിലുള്ള പുത്തൻതെരുവിലെ ദേശീയപാതയുടെ ഓരത്ത് നിൽക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ്. ഇത് നടന്നുകൊണ്ടിരിക്കെ ഒരു ബൈക്ക് ഞങ്ങളുടെ നേരെ ചീറിപ്പാഞ്ഞു വന്ന് അവിടെ ചവിട്ടി ഇങ്ങനെ കയറ്റം കയറ്റി അങ്ങോട്ട് നിർത്തി. 2 പേരിരിപ്പുണ്ട്.
നോക്കിയപ്പോൾ മൂന്നാമതൊരാളും കൂടി വന്ന് അതിൻ്റെ പുറകിലേക്ക് കയറിയിരുന്നു. 3 പേർക്കും ഹെൽമെറ്റ് ഇല്ല. 3 പേരും ദേശീയപാതയിലൂടെ പോവുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് സംഭവിക്കുന്നത്? എവിടെയാണ് ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് അത് വർക്ക് ചെയ്യാത്തത്? അങ്ങനെ സംഭവിക്കുമ്പോൾ അവരുടെയൊക്കെ ബൈക്ക് പിടിച്ച് ഒരു ദിവസം ഒന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നോക്ക്, അല്ലെങ്കിൽ പൊതുവിലൊരു മൈതാനം എടുത്ത് കയറ്റി അവിടോട്ട് വെക്ക്. 3 ദിവസം കഴിഞ്ഞാൽ തരത്തോളം എന്ന് പറഞ്ഞു നോക്ക്. എന്നിട്ട് 1000 രൂപ പിഴയടയ്ക്ക്. നിങ്ങൾ മിഡിൽ ഈസ്റ്റ് രാജ്യത്ത് വർക്ക് ചെയ്യുന്നവരുണ്ടല്ലോ, എന്നെ കേൾക്കുന്നവർ, ഒന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ ഇത്ര പോയിന്റ് വരെ ട്രാഫിക് റൂൾസ് വയലേറ്റ് ചെയ്താൽ പിന്നെ 15 ദിവസത്തേക്ക് വണ്ടി ചലിപ്പിക്കാൻ പാടില്ല. ആ വണ്ടി ഷെഡിലിട്ടിട്ട് ഒന്നെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഇട്ടാൽ 15 ദിവസം. സ്വന്തം ഗ്യാരേജിലാണ് ഇടുന്നതെങ്കിൽ 30 ദിവസം. ഞാൻ അതിൻ്റെ എണ്ണത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അതായത് ഇരട്ടി ദിവസമാണ് നമ്മുടെ കസ്റ്റഡിയിൽ കിടക്കണമെങ്കിൽ. എന്നിട്ട് അവർ വന്ന് ഒരു സവിശേഷമായ മെറ്റീരിയൽ, ഒരു ഉപകരണം ഈ വണ്ടിയിൽ ഘടിപ്പിക്കും. ഈ വണ്ടി പിന്നെ സ്റ്റാർട്ടാക്കുകയോ എടുക്കുകയോ ചെയ്താൽ അവരുടെ റീഡറിൽ അറിയും. പിന്നെ അതിൻ്റെ രജിസ്ട്രേഷൻ അങ്ങ് റദ്ദാക്കുകയാണ്. പിന്നെ വണ്ടി ആക്രി വിലയ്ക്ക് വിറ്റാൽ മതി. ഇവിടെ സാധ്യമാണോ? ഇവിടെ സാധ്യമല്ല. ഇവിടെ എന്താണ്? നമ്മളെല്ലാവരും ഒരേ സംവിധാനത്തിൻ്റെ ഇരയും വേട്ടക്കാരുമാണ്. നമ്മളെ നാളെ വേട്ടയാടുമ്പോൾ നമ്മളെല്ലാവരും വലിയ ഒച്ചയും ബഹളവും ഉണ്ടാകും. നമുക്ക് നഷ്ടം വരുമ്പോൾ, നമ്മൾ ഇരയാക്കുമ്പോൾ, നമ്മൾ വേട്ടക്കാരായി മാറുമ്പോൾ നമുക്കിതിൽ യാതൊരു പ്രശ്നവുമില്ല. നമ്മൾ അതിനകത്ത് എന്തും ആർഗ്യൂ ചെയ്യും, എവിടം വരെ വേണമെങ്കിലും നമ്മൾ പോകും. ഇതാണ് സ്ഥിതിവിശേഷം. ആ സംവിധാനത്തെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങളിപ്പോൾ ഇതിനെ അന്താരാഷ്ട്ര തലത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയി ഇതിൽ രാഷ്ട്രീയം കയറ്റി ആ പാർട്ടി, ഈ പാർട്ടി, മറ്റേ പാർട്ടി, അതൊന്നും കേൾക്കണ്ട. നിങ്ങൾ സാക്ഷിയാവുന്ന ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ എന്തെല്ലാം തരത്തിലാണ്, എന്തെല്ലാമാണ് പ്രാദേശികമായി കാണുന്നത്, എന്തെല്ലാമാണ് നിങ്ങളുടെ യാത്രകളിൽ കാണുന്നത്, എവിടെയെല്ലാം പോകുമ്പോൾ എന്തെല്ലാം കാണുന്നു, അതിനെ സംബന്ധിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചത്. നഷ്ടപ്പെടുമ്പോൾ മാത്രം നമ്മളിതിനെക്കുറിച്ച് ഓർത്തിട്ട് എത്രയോ ഓടകളിൽ വീണ ആളുകൾ മരിച്ചിരിക്കുന്നു. എന്നാൽ ആ ഓട അല്ലെങ്കിൽ ആ സംഗതി എല്ലാം ഫലപ്രദമാണെന്ന് ഇപ്പോഴും പറയാൻ പറ്റുമോ? പോകുന്നവൻ്റെ ഉത്തരവാദിത്തമാണ് അവൻ നോക്കിപ്പോവുക എന്നുള്ളത്. ഇപ്പോൾ സ്കൂള് പ്രവർത്തിക്കുന്നെങ്കിൽ അവിടെ കുട്ടിയെ ചേർക്കാൻ കൊണ്ടുപോകുന്ന രക്ഷകർത്താവ് വേണമെങ്കിൽ ആ സ്കൂൾ മുഴുവൻ ചുറ്റി നടന്ന് അതിൻ്റെ മുകളും പരിസരവും നോക്കി എൻ്റെ മോൻ ഇവിടെ പഠിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. അവിടെ മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ആ സിസ്റ്റത്തിൻ്റെ ഉത്തരവാദിത്വം അത് മറികടക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഇപ്പോൾ എന്തെങ്കിലും തരത്തിൽ ഇതിനൊരു ആക്ഷേപം ഉന്നയിച്ചു ഒരു ഉദ്യോഗസ്ഥൻ, ഈ ഏതെങ്കിലും തരത്തിൽ ഇവിടെ ഇപ്പോൾ തൽക്കാലം പഠനയോഗ്യമായ സംവിധാനമല്ല, ഇന്ന പ്രശ്നങ്ങളുണ്ട് ആ സ്കൂളിന് എന്ന് റിപ്പോർട്ട് എഴുതി പോയാൽ അവൻ തെറിച്ചെവിടെങ്കിലും പോയി കാസർഗോഡോ അല്ലെങ്കിൽ മംഗലാപുരത്തോ ഇരിക്കുമെന്നല്ലാതെ ആ സ്കൂൾ തുറക്കും, അവിടെ ക്ലാസ് നടക്കും. ഇതിപ്പോൾ സംഭവിച്ചില്ലെങ്കിൽ 25 കൊല്ലമായാൽ ഈ ഇലക്ട്രിക് ലൈൻ മാറുമോ? മാറില്ല. എല്ലാവരും നിരാശരാണ്. സർക്കാർ ജോലി കിട്ടാത്തവർ വലിയ നിരാശരാണ്. സർക്കാർ ജോലി കിട്ടിയില്ല, കിട്ടിയവരാകട്ടെ അതിനേക്കാൾ നിരാശരാണ്. ഞങ്ങൾക്കതില്ല, ഞങ്ങൾക്കിതില്ല, ഞങ്ങൾക്ക് വേണ്ടത്ര ആളില്ല, ഞങ്ങൾക്കതില്ല, ഇതില്ല. ആരാണ് സംതൃപ്തർ? ആരാണ് ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്? എവിടെയാണ് ഇതിന് ഉത്തരം? അതാണ് ഒരു സാധാരണ ജനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ പൗരൻ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. എവിടെയാണ് ഇതിനൊരു ഉത്തരം? എവിടെയാണ് ഒരു പരിഹാരം? നമ്മൾ പലതിനെയും പ്രോത്സാഹിപ്പിക്കുന്നു, പൊതു സൗകര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. നമുക്കൊരു പാസഞ്ചർ ഉണ്ടോ നോക്കാം. ഹലോ. നമസ്കാരം. പറയൂ സാറേ. ഈ മുഴങ്ങോട്ടുള്ള സ്കൂളിന്റെ പടിഞ്ഞാറേപ്പുറത്ത് ഒരു തല്ലിമരം നിപ്പുണ്ട്. ആ തല്ലിമരം മുറിക്കാൻ വേണ്ടി അതിന്റെ പ്രഥമ അധ്യാപിക അപേക്ഷയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ അത് നടന്നിട്ടില്ല. അതിനി മറിഞ്ഞ് പിള്ളേരുടെ ദേഹത്ത് വീടിന് ശേഷം ആയിരിക്കും ഒരു പക്ഷെ നടക്കുന്നത്. അതുപോലെ തന്നെ ആ തല്ലിമരത്തിൽ നിന്ന് ഒരു കമ്പൊടിഞ്ഞ് റോഡിൽ വീഴണൊക്കെ ആ കമ്പെടുത്തങ്ങ് സ്കൂളിന് അങ്കണത്തിലോട്ട് ഇട്ട്. അപ്പൊ അതിനെപ്പറ്റി ഞാൻ ചോദ്യം ചെയ്താൽ പറഞ്ഞത് കാറ്റടിച്ച് ഗ്രൗണ്ട് വീണയാന്ന് പറഞ്ഞു. പക്ഷെ അതിന്റെ വിത്തെല്ലാം ഇന്ന് റോഡിൽ കിടക്കുക. അപ്പൊ ആ സാഹചര്യം എന്തൊരു കാറ്റാന്ന് അറിയത്തില്ല. റോഡിൽ കിടക്കുന്ന വിത്തും ഈ മരം അതിന്റെ കമ്പകത്തുക. ആ മരം മുറിക്കാൻ വേണ്ടി അതിന്റെ പ്രഥമ അധ്യാപിക ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന അറിവ്. പക്ഷെ അപ്പൊ അതിന് ഇതുവരെ മുറിച്ചിട്ടില്ല. അത് മുനിസിപ്പാലിറ്റിക്കായിരിക്കും അതിന്റെ അപേക്ഷ കൊടുക്കുക അല്ലേ? ആയിരിക്കാം, എനിക്കറിയത്തില്ല അതിനെപ്പറ്റി. അതാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക എന്നത് കൂടി പ്രധാനപ്പെട്ട അല്ല, ഇതൊരു പ്രധാന വിഷയമാണ്. റജിലാൽ പറഞ്ഞ ഒരു വിഷയമാണിത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മരം അപകടകരമായി വളർന്നു നിൽക്കുന്നു. ആ വളർന്നു നിൽക്കുന്ന മരം ആ പ്രഥമാധ്യാപികയ്ക്ക് മുറിക്കാനുള്ള അവകാശമില്ല. അത് പിന്നെന്ത് വേണം? ഉടൻ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കത്തെഴുതണം. അവരെനിക്ക് മനസ്സിലാവുന്നത് അവരിത് നേരെ വാല്യുവേഷൻ നടത്താൻ വേണ്ടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് വിടും. ഈ സോഷ്യൽ ഫോറസ്റ്റ് ഡിവിഷൻ എന്നൊക്കെ പറയുന്ന നമ്മൾ നോക്കുമ്പോൾ കുറേ പട്ടി അതിൻ്റെ ഓഫീസിൻ്റെ തിണ്ണേ കിടക്കുന്നത് കാണാം, എപ്പോഴും ഇങ്ങനെ വന്ന് കിടക്കുന്നതാണ്. പക്ഷേ അവരെയൊക്കെ ഒരു കാര്യത്തിന് ബന്ധപ്പെട്ടാൽ പിന്നെ അവർക്ക് സമയമില്ല. ആ ഫയൽ നീങ്ങിയില്ല, ഈ നീങ്ങില്ല.
എത്രയോ സ്ഥലങ്ങളിൽ അപകടകരമായി നിൽക്കുന്ന ഇതുപോലത്തെ പൊതുയിടങ്ങളിൽ നിൽക്കുന്ന മരങ്ങൾ മുറിക്കാൻ അതൊന്ന് പരിശോധിച്ച്, ഇപ്പോൾ ഭരണ സംവിധാനം ചെയ്യേണ്ട എന്താ, അതൊന്ന് പരിശോധിച്ചിട്ട് അത് ന്യായമായി പെട്ടെന്ന് ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ എന്താണ് ഒരു ഉത്തരവ് നൽകേണ്ടത്, അതിന് ആർക്കെങ്കിലും അധികാരം കൊടുക്കുക, അതിന് ചുമതലപ്പെടുത്തുക. ഒന്നെങ്കിൽ സ്കൂളുകളിൽ പിന്നെ HM ഉണ്ട്, SMC ഉണ്ട്, PTA ഉണ്ട്, ഒരുപാട് സംവിധാനമുണ്ട്. അവർ കൂട്ടായിട്ട് ആലോചിച്ച് ഇത് മുറിച്ച് എവിടെങ്കിലും മാറ്റി നീക്കം ചെയ്തിട്ടിട്ട് പിന്നെ വേണമെങ്കിൽ മുനിസിപ്പാലിറ്റി ആരെങ്കിലും ലേലം ചെയ്യുകയോ എന്തെങ്കിലും ചെയ്തോട്ടെ. പക്ഷേ ഇതിൻ്റെ ക്ലിയറൻസ് കൊടുക്കൂല. ഇത് ഈ അടുത്ത സമയത്തൊരു നമ്മൾ ഏതോ ഒരു സാമൂഹ്യ മാധ്യമത്തിൽ ഒരു തമാശ കണ്ടു. അതായത് ഒരാൾ ചോദിക്കുകയാണ്, അപ്പുറത്തെ വീട്ടിൽ നിന്നൊരു മരം എൻ്റെ വീട്ടിലേക്ക് അപകടകരമായി വളർന്നു നിൽക്കുന്നു, അത് ഞാനൊന്ന് മുറിപ്പിക്കാൻ വേണ്ടി എല്ലാ സംവിധാനത്തിലും പോയി, പഞ്ചായത്തിൽ പോയി, ബ്ലോക്കിൽ പോയി, അവിടെ പോയി, ഇവിടെ പോയി, ഇതുവരെ മുറിക്കാൻ പറ്റുന്നില്ല, ഞാൻ എന്ത് ചെയ്യണം എന്നതാണൊരു പ്രശ്നം. അപ്പോൾ അതിന് ഈ കമൻ്റ് എഴുതിയ ആൾ പറഞ്ഞൊരു മറുപടി, ആ ചാഞ്ഞ് കിടക്കുന്ന മരത്തിലേക്ക് നിങ്ങളും ഭാര്യയും കൂടി ഒരു ഊഞ്ഞാലിട്ട ശേഷം ഒരു പാട്ട് വെച്ച് അതിലിരുന്ന് മനോഹരമായി ആടുകയും സന്തോഷിക്കുകയും ചെയ്യുക. അത് കാണുമ്പോൾ വിഷമം വന്നിട്ട് ഈ മരം നിൽക്കുന്ന അയലത്തുകാരൻ ആ മരം മുറിച്ചു കളയും. രസകരമായിട്ടുള്ള ഒരു കമന്റാണ്. വളരെ പെട്ടെന്ന് ഇപ്പോൾ ഒരാൾ സന്തോഷിക്കുന്നത് കാണുന്നത് ഇഷ്ടമല്ലാത്തവരാണല്ലോ ഒത്തിരി പേര്. അപ്പം അല്ലാതെ അവരോട് അതൊന്ന് മുറിച്ചു മാറ്റ്, എൻ്റെ വീടിന് മുകളിലാണ്, എനിക്കിതൊരു അപകടമാണെന്ന് പറഞ്ഞാൽ ഒരു തെങ്ങേ ഉള്ളൂ, ഒറ്റ തെങ്ങേ ഉള്ളൂ, എന്നാ ഒരൊറ്റ ജീവനല്ലേ ഉള്ളൂ അപ്പുറത്തുള്ള ആളിന്, അതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണണ്ടേ? അല്ലെങ്കിൽ അവരോട് പറയും നിങ്ങൾ മുറിച്ചു മാറ്റ്. ചുമരുണ്ടെങ്കിലല്ലേ ചിത്രം വരയ്ക്കാം, വീടുണ്ടെങ്കിൽ അവർക്ക് ജീവിക്കണ്ടേ, ജീവനല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ, ഇപ്പം ഒരു വീട്ടുകാരൻ താമസിക്കാൻ ഒരു സംവിധാനം ഉണ്ടാക്കണം, അതിനെന്തെങ്കിലും തരത്തിൽ അവനൊരു പ്രയാസം വരുന്നെങ്കിൽ ആ മരം ഒന്ന് മുറിച്ചു കൊടുക്കുക, അതിനകത്തൊരു വിട്ടുവീഴ്ച ചെയ്യുക, ഇതൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് വലിയ ചെലവുള്ള കാര്യമൊന്നും അല്ലല്ലോ. നമ്മളുടെ ഒരു മനോഭാവം മാറ്റിയാൽ മാത്രം മതിയാകും. ഇപ്പൊ സാർ പറഞ്ഞല്ലോ ആ ഒരു പ്രധാന അധ്യാപകയ്ക്ക് അത് മാറ്റാനുള്ള ഒരു ബുദ്ധിമുട്ട്, പക്ഷേങ്കിൽ ആ സ്കൂളിൽ അവരിത് മാറ്റിയെന്നിരിക്കട്ടെ, അവരിത് മാറ്റി, ഈ പ്രഥമ അധ്യാപിക ഈ റിസ്ക് എടുത്ത് പിന്നെ അത് മാറ്റിയാൽ പിന്നെ അടുത്ത സംഭവിക്കാൻ പോകുന്നത് എന്തുവാന്ന് പറഞ്ഞാൽ അവരുടെ ശത്രുക്കളോ അല്ലാത്തവരോ ആയ എല്ലാവരും കൂടി DDക്ക് പെറ്റീഷൻ കൊടുക്കും. വിദ്യാഭ്യാസ വകുപ്പിന് അധികാരമില്ലാത്ത കാര്യം പ്രിൻസിപ്പൾ ചെയ്തു. ഉടനെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഈ മരം മുറിക്കാനുള്ള വേഗത കുറവാണെങ്കിലും നടപടിയെടുക്കാനുള്ള വേഗത വളരെ പെട്ടെന്ന് വരികയും എൻക്വയറി വെക്കുകയും അത് ചെയ്യുകയും സസ്പെൻഷൻ, ഡിസ്മിസൽ ഒക്കെ വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും നടക്കുന്നത്. അതിന് വലിയ ആവേശമായിരിക്കും. അതാണ് ഇതിപ്പോ യഥാർത്ഥം ചെയ്യേണ്ട എന്തുവാ? അല്ലെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? ഈ രക്ഷകർത്താക്കൾ, മക്കളെ വിളിക്കുന്ന രക്ഷകർത്താക്കളെല്ലാം കൂടെ ഈ നെല്ലിമരം നിൽക്കുന്ന ക്ലാസ് റൂമിലെ കുട്ടികളെ വിടാതാവണം. പള്ളിക്കൂടത്തിൽ വിടരുത്, പള്ളിക്കൂടം തടസ്സപ്പെടണം. അപ്പോഴത്തേക്ക് അത് വലിയ വിവാദം. കുട്ടികൾക്കല്ലേ ബാധിക്കുന്നത്? അല്ല, കുട്ടികൾക്ക് ബാധിക്കുന്ന ഒരു കാര്യം എക്സിക്യൂട്ട് ചെയ്യാൻ വേറൊരു മാർഗമോ നിർവാഹമോ ഇല്ലാതെ വന്നാൽ പലയിടങ്ങളിലും നടന്നു പോകുന്ന രീതി അങ്ങനെ ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ചെയ്യേണ്ടി വരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. വാർത്ത കേൾക്കാം. വാർത്തകൾക്ക് ശേഷം തിരിച്ചെത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചറിലാണ്. കൂടെയുള്ളത് സുസ്മിതയാണ്, അനിൽ സാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് സമകാലിക വിഷയങ്ങളിൽ നമ്മൾ എന്താണ് പാഠം പഠിച്ചത് എന്നൊരു തിരിച്ചറിവിലേക്ക് ഇന്നത്തെ ചർച്ചയെ കൊണ്ടെത്തിക്കുകയാണ്. അപ്പോൾ കുറേയേറെ കാര്യങ്ങൾ നമുക്ക് ഈ അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാം. അതിൽ നിന്നും നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളത്, എന്ത് മുൻകരുതലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ പറയാം. ദയവായി രാഷ്ട്രീയമോ മറ്റുള്ള കാര്യങ്ങളോ നമുക്കിതിനകത്ത് സംസാരിക്കാൻ വേണ്ടി പറ്റില്ല. തൽക്കാലത്തേക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊന്നും നിങ്ങൾ പോകരുത്. ഈ പ്രശ്നങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഒരു പുറത്തു നിന്നും നിങ്ങൾക്ക് അതിൻ്റെ ഒരു അവലോകനം എത്തരത്തിൽ ആണ് കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നത് എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതെ, ഇപ്പോൾ നമ്മൾ പല കാര്യത്തിലും ഇപ്പം നമ്മൾ എന്താ പറയുന്നത്, മാലിന്യ നിർമ്മാർജ്ജനത്തിൽ നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയില്ലെങ്കിൽ ഇങ്ങനൊന്നും നിൽക്കില്ല. പക്ഷേ മുന്നോട്ട് പോയി എന്ന് പറയുമ്പോഴും ഇനി എത്രയോ മുന്നോട്ട് പോകാൻ നമ്മളിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിൽ ഈ പറയുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കിയാൽ പോലും മനുഷ്യൻ ഇപ്പോഴും അലക്ഷ്യമായി, ഞാനും നിങ്ങളും, നീ കേൾക്കുന്നവർ ഓരോരുത്തരും ഈ അവരവരുടെ വീടിൻ്റെ മതിലിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് സാധനങ്ങൾ വാരി റോഡിലേക്ക് എറിയുക, റോഡിലേക്കിടുക എന്ന് പറയുന്നത് ഒരു സ്ഥിരം വിനോദമായി പലയിടങ്ങളിലും മാറിയിരിക്കുന്നു. പലയിടത്തും CCTV ക്യാമറ വെച്ചിട്ടുണ്ട്, ഇവിടെ നിക്ഷേപിക്കരുതെന്നൊക്കെ പറഞ്ഞ ആളുകൾ ഗതികെട്ട് എഴുതി വെക്കേണ്ടി വരുന്ന സ്ഥിതിയിലാണ്. ഈ സംവിധാനങ്ങളുടെ ഒരു കാര്യം ഞാൻ പറയുകയാണ്. നമുക്കൊരു പാസഞ്ചർ ഉണ്ട്. ഹലോ 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 രണ്ടുപേർക്കും നമസ്കാരം. ഇത് നമുക്കൊന്ന് പറയാനുള്ള, സാർ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും പറയുന്നവർ ഒറ്റപ്പെടും. ഒരു ശരിക്കും പിന്നെ പറയൂ. നമ്മളൊരു സ്കൂളിന്റെ PTA പ്രസിഡന്റ് അല്ലെങ്കിൽ രക്ഷാധികാരി അവിടെ ഇരിക്കുന്നവര്
ഞാൻ PTA പ്രസിഡന്റാന്ന് പറഞ്ഞ് അവിടുത്തെ സ്കൂളിലെ PTA പ്രസിഡന്റ് എന്നുള്ള ഒരു അവിടെ എന്തായാലും സംവിധാനങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. ഇത് 40 വർഷമായിട്ട് ഒരു ലൈൻ അവിടെ പോകുന്നെന്ന് പറയുന്നു. 8 വർഷമായിട്ട് ഈ ഷെഡ് അടിച്ചപ്പോൾ കഴിഞ്ഞു. ഇതെല്ലാം പോകുമ്പോഴും ആദ്യം നോക്കേണ്ടത് ഈ ലൈൻ മാറ്റിയിട്ടുള്ള കാര്യമല്ലേ. പിന്നെ നമ്മുടെ മക്കളെന്ന് പറയുന്നത് ഇനി എന്ത് ആ മക്കളോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ ആ മക്കള് ഓടുന്ന ഒരു അവിടോട്ട് എടുത്ത് ചാടുക. ഇന്നലെ തന്നെ ഈ കുഞ്ഞിന്റെ അടുത്ത് പറയുന്ന കൂട്ടുകാർ പറഞ്ഞു കേറില്ലേ എന്തെങ്കിലും ഒരു ശക്തി ആയിരിക്കും ആ കുഞ്ഞുങ്ങളെ കൊണ്ട് അത് പറയിക്കുന്നത്. അപ്പോഴേ തിരിഞ്ഞിറങ്ങാതെ ഈ നമ്മുടെ കല്ലിങ്കടവിൽ തന്നെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞ വർഷം. വെള്ളത്തിലേക്ക് മോനെ ഒരമ്മ നിന്ന് പുറകിന് പറയുന്നത് അവിടെ ഇത്രയും കുഴിയുണ്ട് ഇറങ്ങണ്ടേ എന്ന് പറഞ്ഞപ്പോ അതുപോലെ എന്തൊരു ശക്തി ആയിരിക്കും അവരെ കൊണ്ട് അറിയാതെ അവർക്കറിയാം കുഴി ഇത്രയുണ്ട്. ഒന്ന് ഇറങ്ങിപ്പോയി അന്നേരെ പോയി. നമ്മുടെ മക്കൾ പിന്നെയും എന്താണ് ഈ പറഞ്ഞു കൊടുത്തിട്ട് നമ്മുടെ മക്കൾ കേൾക്കാത്തത് എന്നാണ് ഞാൻ ചോദിച്ചത്. നമ്മളെ മക്കള് കേട്ടോണ്ടിരിക്കുന്ന രക്ഷകർത്താക്കള് മക്കള് ഇതൊന്ന് കേൾക്കുക. ഇത്രയും 10-11 വയസ്സായി ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട ആർക്കാണ് നഷ്ടം? പറയുന്നവരെല്ലാം പറഞ്ഞിട്ടങ്ങ് പോകും. ഈ നഷ്ടം നമ്മൾ എവിടെ കൊണ്ട് തീർക്കും ഇത്രയും വളർന്നൊരു മോനെ? അതുകൊണ്ട് നമ്മുടെ മക്കളൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ PTA പ്രസിഡന്റ് ആണെങ്കിലും അവിടെ ഇരിക്കുന്ന കമ്മിറ്റി ആൾക്കാരാണെങ്കിലും സ്കൂളിൽ എന്തൊക്കെ ഉണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ ഉണ്ടോന്ന് ശ്രദ്ധിച്ച് പ്രവർത്തിക്കുക. ഇനിയും തീർച്ചയായും വലിയ സന്തോഷം. വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് ആ പാസഞ്ചർ പ്രതികരിച്ചത്. ഇവിടെ 2 കാര്യങ്ങളാണ് അവർ പറഞ്ഞത്. ഒന്ന്, ഈ സംവിധാനങ്ങളിൽ ഇരിക്കുന്നവർ 2 എക്സ്ട്രീമിലാണ് ചിലയിടത്ത്. ഒന്നെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അമിതമായ അധികാരപ്രയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ അങ്ങ് ഇടപെട്ട് അങ്ങ് വഷളാക്കി പിരിച്ച് മറിച്ച് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു എക്സ്ട്രീം. രണ്ടാമത്തെ ഒരു എക്സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എടുക്കുന്ന മാനേജ്മെൻറ്റിനോ അല്ലെങ്കിൽ സ്കൂളിനോ വിധേയപ്പെട്ട് ഒരു ശബ്ദവും ഉണ്ടാക്കാതെ അവർ പറയുന്നത് അനുസരിക്കുന്നവരെ മാത്രം അവരെടുക്കുകയും അത്തരത്തിൽ മാത്രം ശബ്ദമുണ്ടാക്കുകയും ചെയ്യുന്നവർ. അതേസമയം ഒന്ന് കൃത്യമായി അതൊന്ന് എന്താ വേണ്ടത് അല്ലെങ്കിൽ എവിടെയാണ് ചെയ്യേണ്ടത്. ഇവരൊക്കെ സത്യം പറഞ്ഞാൽ ഈ പല ചുമതലകളും വഹിക്കുന്ന ആളുകൾ അവരവരുടെ പേരുകൾ നോട്ടീസിൽ വെക്കുമ്പോഴോ അതിനകത്ത് എന്തെങ്കിലും പദവികൾ മാറിപ്പോവുകയോ സ്വാഗതം അധ്യക്ഷനാവുകയോ അധ്യക്ഷൻ സ്വാഗതം വന്നു പോവുകയോ അല്ലെങ്കിൽ 4ാമതിന് പകരം 5ാമത് വന്നു പോവുകയോ ചെയ്താൽ ആ പരിപാടി കലക്കി പൊളിച്ച് നാശമാക്കി നശിപ്പിച്ച് നാറാണക്കല്ലാക്കും. പക്ഷേ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അതിലൊരു ഉത്തരവാദിത്വപൂർണ്ണമായ ഇടപെടൽ അതിനകത്തൊരു സംഗതി ചെയ്യാൻ എന്താണ് തയ്യാറാവാത്തത്? നമുക്കൊരു പാസഞ്ചർ ഉണ്ട്. ഹലോ സാറേ, ഇന്നലത്തെ ആ കുട്ടിയുടെ കാര്യം പറയാനാ വിളിച്ചത്. ആ കുട്ടി സ്കൂളിൽ പഠിക്കാൻ പോയി ശരിയാണ്. നമ്മുടെ ഉണ്ട് കുട്ടിക്ക് മോനങ്ങനെ സംഭവിക്കും. ആ ചെരുപ്പ് എങ്ങനെ അത് മേളിൽ പോവും? അവരുടെ കാലിൽ കിടന്ന ചെരുപ്പ് എങ്ങനെയാണ് മേളിൽ ആ ഷീറ്റിന്റെ പുറത്ത് പോയത്? കൂടുള്ള കുട്ടികൾ തട്ടിയിടുവോ അല്ല അവര് കളിച്ച് മേളിലോട്ട് എറിയുവോ? എല്ലാം നമ്മൾ സ്കൂളിനെയും PTA പ്രസിഡന്റിനെയും എല്ലാം പറയണേ. നമ്മളും എൻ്റെ മോൻ +2 പഠിക്കുന്നു, മോക്ക് ITA പഠിക്കുന്നു. അവരും കുരുത്തക്കേടെല്ലാം ചെയ്യും. നമ്മൾ മാത്രം പറയരുത്. നമ്മുടെ കുട്ടികളും കൂടെ തെറ്റ് ചെയ്തിട്ടായിരിക്കുമല്ലോ ആ ഒരു സംഭവത്തിലേക്ക് വന്നത്. കുട്ടികൾ തെറ്റ് ചെയ്യും, കുട്ടികളുടെ ഭാഗത്ത് അപക്വതയുണ്ടാവും, കുട്ടികളുടെ ഭാഗത്ത് സൂക്ഷ്മത ഉണ്ടാകുന്നതുകൊണ്ടാണല്ലോ ഇതിലെല്ലാം റിസ്ക് അസസ്മെൻറ്റ് നടത്തണം. ഇതിനകത്തൊരു അപകടം സംഭവിക്കരുത്, അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഏതെങ്കിലും ഒരു വീടിൻ്റെ മുകളിൽ കൂടെ ഒരു ലൈൻ വലിക്കാൻ അയലത്തുകാരന് നമ്മൾ പെർമിഷൻ നൽകുമോ? ഇല്ല, നൽകൂല. അതെന്തെല്ലാം പ്രശ്നം ഉണ്ടായാൽ ബന്ധുവാണെങ്കിൽ നൽകുമോ? സ്വന്തമാണെങ്കിൽ നൽകുമോ? നൽകൂലല്ലോ. അഥവാ അവർ പറയുകയാണ്, ഇലക്ട്രിസിറ്റിക്കാർ പറയുകയാണ് ഇതൊരു കേബിൾ മാത്രമാണ്, ലൈൻ അല്ല എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ അനുവദിക്കത്തില്ല. അപ്പം നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണ്ടേ? കുട്ടിയുടെ കാലിൽ കിടന്ന നമ്മളൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെ കാലിൽ കിടന്ന ചെരുപ്പും നിക്കറും ഒക്കെ പല സ്ഥലങ്ങളിലും മാവിലും കൊമ്പിലും ഒക്കെ ഇരുന്നിട്ടുണ്ട്. അതിനാണല്ലോ കുട്ടികളെന്ന് പറയുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. ഏതായാലും പ്രതികരിച്ചതിന് നന്ദി. ഈ പറഞ്ഞതുപോലെ എന്താ പറയുന്നത്, ഇതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഓരോരുത്തരും ഓരോ സംവിധാനവും ഫലപ്രദമായി നിർവഹിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതുപോലെയുള്ള ധാരാളമുള്ള ദുരന്തങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാലിന്യ നിർമ്മാർജ്ജന പ്രശ്നമായാലും മറ്റു പല പ്രശ്നങ്ങളായാലും ഡ്രെയിനേജ് സംവിധാനം, നമ്മുടെ സംസ്ഥാനത്ത് എത്രയോ ഡ്രെയിനേജുകൾ ഉണ്ടാക്കുന്നു. ഈ ഉണ്ടാക്കുന്ന ഡ്രെയിനേജുകൾ എന്നാൽ ഒരു സംവിധാനത്തിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ഡ്രെയിനേജ് സംവിധാനം, ഇപ്പം എന്താ പറയുന്നത്, ഒരു മണ്ഡലത്തിൻ്റെ ഒരു ഭാഗത്തുനിന്ന് തുടങ്ങി ഒരു ഡിസ്പോസ് ചെയ്യാൻ കഴിയുന്ന സ്ഥലം വരെ അതിനെ കൊണ്ടുവന്ന് എത്തിക്കുന്ന ഒരു മാസ്റ്റർ പ്ലാൻ പോലെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് അതൊന്ന് പിന്നെ ചെയ്യുന്നതിന് പകരം
ഓരോ സ്ഥലങ്ങളിൽ മുറിച്ച് ഓരോ കഷണങ്ങളായി ഓടകൾ നിർമ്മിക്കും. ഒരു വാർഡിൽ നിന്ന് ഇവിടം വരെ അവിടെ വന്ന് മുട്ടി ഇങ്ങനെ വാ വളർന്ന് നിൽക്കും. അടുത്ത ആൾ വന്ന് ബഹളം ഉണ്ടാക്കുമ്പോൾ അവിടുന്ന് പടിഞ്ഞാട്ട് മുട്ടിക്കും. ഇത് യഥാർത്ഥത്തിൽ ഇപ്പോൾ കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ ഇതിനു വേണ്ടി ചുമതലപ്പെടുത്തപ്പെട്ട ആരാണോ, എനിക്കറിയില്ല, വാട്ടർ അതോറിറ്റിയാണോ, ഇറിഗേഷനാണോ, അല്ലെ തദ്ദേശ സ്വയംഭരണമാണോ, അവരുടെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഒരു മാസ്റ്റർ പ്ലാൻ പോലെ ഒരു 2-3 മാസം പണിയെടുത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്തു നിന്നുള്ള ഒരു ഡ്രെയിനേജ് അതിൻ്റെ വെള്ളപ്പൊക്കമുള്ള ഫ്ലഡ് ചെയ്യുന്ന സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് എത്തിക്കാൻ എന്താണൊരു നെറ്റ്വർക്ക് എന്നുള്ള രീതിയിൽ നോക്കിയിട്ട് അതിന് 1-2 കോടി രൂപ കണ്ടെത്തി അത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് പകരം എവിടെയെങ്കിലും എത്തുകയോ ചെയ്യിക്കുന്നതിന് പകരം പിന്നെ അതിലേക്ക് ഏതെങ്കിലും വീടിൻ്റെ പൈപ്പുകളോ വല്ലതും ഇട്ടേക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ഏത് മണ്ഡലം പ്രസിഡന്റിൻ്റെ ആയാലും പിന്നെ സെക്രട്ടറിയുടെ ആയാലും മറ്റവരുടെ ആയാലും ചെന്ന് കയറി 5,000 10,000 ഫൈൻ അടിച്ചു കൊടുക്കാനും ഉള്ള സ്വാതന്ത്ര്യം ഉദ്യോഗസ്ഥർക്ക് കൂടി കൊടുത്ത് അതിനെ സ്റ്റെബിലൈസ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അതിനപ്പുറം ഈ പറഞ്ഞതുപോലെ നമ്മളൊരു സാധനം പണിയുമ്പോൾ ഓട പണിഞ്ഞു, എവിടം വരെ എത്തി, ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുന്നു, അതെവിടെങ്കിലും മുട്ടിയില്ല, പിന്നെ അങ്ങോട്ട് പോകാനുള്ള വഴിയുണ്ടോ? വഴിയില്ല. പിന്നെ അടുത്ത പ്രാവശ്യം 2-3 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് അടുത്തൊരു സംവിധാനം അവിടെ നിന്ന് അങ്ങോട്ട് പോയി ഇതെവിടാ കൊണ്ട് വെക്കുന്നത്, അവിടെ വല്ല സംവിധാനമുണ്ടോ? അപ്പം ചുരുക്കത്തിൽ ഇതിനൊന്നും ഒരു സമഗ്രമായ ഒരു സംഗതിയോ ഒന്നുമില്ലാത്തവണ്ണം കുറേ മനുഷ്യർ എങ്ങനെയൊക്കെയോ ജീവിക്കുന്നു. അതെ, തീർച്ചയായും. അപ്പോൾ അടുത്തൊരു പാസഞ്ചർ ഉണ്ടോ നോക്കാം. ഹലോ, നമുക്ക് ഇത് നമ്മുടെ അയലത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു 2 മണി 3 മണി ആയി കഴിയുമ്പോൾ തോടിന്റെ സ്ലാബ് പൊക്കി വെച്ചിട്ട് അതിനകത്ത് കൊണ്ടുവന്ന് ഈ വേസ്റ്റ് കൊണ്ടടിക്കുന്നത്. ഞാൻ അതിൽ കൂട്ടി നിൽക്കുന്നുണ്ട്, നാട്ടുകാരുടെ കൂട്ടി നിൽക്കുന്നുണ്ട്. നാട്ടുകാരും കൂട്ടി നിൽക്കും. നാട്ടുകാർ കൂട്ടി ഈ സ്ലാബ് പൊക്കും. സ്ലാബ് പൊക്കിയിട്ട് വണ്ടി അതിനകത്ത് കൊണ്ടുവന്ന് 10-20 മിനിറ്റ് കൊണ്ട് ഒരു ലോഡ് സാധനം അതിനകത്ത് ഇറങ്ങും. അവര് പോയി കഴിയുമ്പോൾ ഇത് പിടിച്ചാൽ കിട്ടുള്ളൂ. ഈ നാട്ടുകാർ കൂട്ടി നിൽക്കുന്നതിന്റെ ലാഭം എന്തുവാ? അതെന്തോ നമുക്കറിയത്തില്ല. മറ്റേ വെള്ളമാ. ഇതിന് പ്രതിഫലമായി ജവാൻ വാങ്ങിച്ചു കൊടുക്കും ചിലപ്പോൾ. കൊടുക്കും. നേരത്തെ അവിടെ സാധനം. ഹോട്ടൽ വേസ്റ്റ് ആണോ ഇത്? കക്കൂസ് വേസ്റ്റ് അടക്കം ഇതൊക്കെ തരത്തിലാണല്ലേ നമ്മുടെ ഇതിലെ ഒരു വലിയ പ്രശ്നം അവശേഷിക്കുന്നത്. നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇപ്പം ഒരു കാര്യം നമുക്ക് ഉറപ്പാണല്ലോ, ഒരു സാധനം ഉൽപ്പാദിപ്പിച്ചാൽ, എന്തെങ്കിലും ഒരു സാധനം ജനറേറ്റ് ചെയ്താൽ ആ ജനറേറ്റ് ചെയ്യുന്ന സാധനം ഡിസ്പോസ് ചെയ്യണം. മാർക്കറ്റിങ്ങിലാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് 1000 അല്ലെങ്കിൽ 10 ലക്ഷം ഇന്ന പ്രോഡക്റ്റ് ഉണ്ടാക്കി, ആ 10 ലക്ഷം എണ്ണവും വിറ്റഴിക്കാനുള്ള മാർക്കറ്റ് ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കും. അത് വിറ്റഴിക്കാൻ പറ്റിയില്ലെങ്കിലാണ് ആ ബിസിനസ് ലോസ് ആവുന്നത്. നിങ്ങൾക്കറിയോ, കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന സെപ്റ്റേജ് വേസ്റ്റ്, അതായത് നമ്മുടെ സെപ്റ്റിക് ടാങ്കുകളിലുള്ള മനുഷ്യ വേസ്റ്റ്, ഈ വേസ്റ്റ് യഥാർത്ഥത്തിൽ ഡിസ്പോസ് ചെയ്യാനുള്ള അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചുള്ള പ്ലാന്റോ സംവിധാനങ്ങളോ കേരളത്തിലില്ല. ഇല്ല, സിമ്പിളാണ്. ഉണ്ടെങ്കിൽ ആരെങ്കിലും പറയട്ടെ. എന്നിട്ട് നമ്മൾ പറയുന്നത് എന്താണ്? മാലിന്യ നിർമ്മാർജ്ജനത്തിൽ നമ്മൾ ഒത്തിരി പോയി, അന്തർദേശീയ തലത്തിൽ നമ്മൾ അങ്ങനെ വാങ്ങിച്ചു. ഹലോ, നമുക്കൊരു പാസഞ്ചർ ഉണ്ട്. ഹലോ, നമസ്കാരം. ഇപ്പൊ ഈ പറഞ്ഞ ഈ ഓടയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർത്തത്. ഒരു 4 വർഷത്തിന് മുമ്പ് ഇതേ ഒരു കാര്യത്തിനായിട്ട് ഞാൻ ഇടപെട്ടതാണ്. ഇടപെട്ട് ആ ഒരു വസ്തുവിനകത്തോട്ട് ഓടയ്ക്കുള്ള സ്ഥലം ഞങ്ങൾക്ക് എഴുതി തരികയും ചെയ്തു. പക്ഷെ അതിന്റെ അപ്പുറത്തോട്ടുള്ള ഭാഗത്തുനിന്ന് ഒരു വഴിയുണ്ട്, വേറൊരു വസ്തുവുണ്ട്. അതിൽ കൂടി ഇതുവരെ ഇപ്പൊ ഈ ഒരു 4 വർഷമായിട്ട് എന്നെ അവിടുന്ന് മാറ്റി നിർത്തിയവരെ ചെയ്ത് തൽക്കാലം വീട്ടിൽ നിന്നും കൂടെ ഞാൻ പുറത്തായെന്ന് പറയാം. ഞാൻ സെപ്പറേറ്റ് ആണ്. ഇപ്പൊ ഈ 4 വർഷം കൊണ്ട് എനിക്ക് അതിനകത്ത് ഇടപെടാനും പറ്റുന്നില്ല. അത് അങ്ങനെ തന്നെ അവിടെ കിടക്കുന്നതല്ലാണ്ട് ഇന്ന് വരെ ആ ഓടയ്ക്ക് ഒരു തീരുമാനമായിട്ടില്ല. അത്രയും ഭാഗത്തുള്ള വീടുകളിൽ ഇന്നും വെള്ളം കെട്ട് തന്നെ. അങ്ങോട്ടുള്ള ഭാഗത്തില് ആ അപ്പുറത്തോട്ടുള്ള വഴിയിലും അതിന്റെ അപ്പുറത്തുള്ള ഒരു വസ്തുവിനകത്തോട്ടും അതിനൊരു തീരുമാനമായിട്ടില്ല. ഇപ്പുറത്തെ ഈ വസ്തുക്കാർ നമുക്ക് ഓടയ്ക്കുള്ള സ്ഥലം തന്നിട്ടുണ്ട്, അതിന് ഇതുവരെ പഞ്ചായത്തിൽ നിന്ന് ഒരു തീരുമാനമായിട്ടില്ല. ഇത് ഒരു എതിർപ്പ് പറഞ്ഞ സമയത്ത് ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നോ? അന്നേരം കൂടെ അത്യാവശ്യം അത്രയും വീട്ടുകാർ കൂടെ ഉണ്ടായിരുന്നു. അത് അവിടെ അന്നേരം മമ്മട്ടി ഇട്ടാൽ തല വീഴും, ഇടുന്ന ആളുടെ തല വീഴും എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ വീഴാനുള്ള തലയാണെങ്കിൽ ഞങ്ങൾ വീഴട്ടെ, ഞാൻ തന്നെ മമ്മട്ടി ഇടുമെന്ന് പറഞ്ഞു. അതല്ല, അപ്പൊ ഇത് ബാധിക്കപ്പെടുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ, ഈ ബാധിക്കപ്പെടുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ ഒരു മനോഭാവം എങ്ങനെയാണ് ഇപ്പോൾ? അവര് ആ സമയത്ത് നമ്മുടെ കൂടെ ഇരിക്കും. കാരണം ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും വെള്ളം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളാണ്. ആ ഒരു സമയം കൊണ്ട് നീങ്ങി കഴിഞ്ഞ് കഴിയുമ്പോ പിന്നെ നമ്മൾ അവിടെ ഒറ്റപ്പെട്ടു പോകും.
ആണല്ലേ? അങ്ങനൊരു കാര്യം വരുമ്പോൾ അങ്ങനെ ആ ഒറ്റപ്പെട്ടത് കൊണ്ട് നമ്മൾ പിന്നെ അവിടെ ഒരു ഭയങ്കരമായിട്ട് എതിർപ്പായി, എല്ലാവർക്കും നമ്മളൊരു ശത്രുവായി മാറി. ഇപ്പം 4 വർഷമായിട്ട് ഞാൻ അവിടുന്ന് മൊത്തത്തിൽ പുറത്താണ്. മറ്റേത് അങ്ങനെ തന്നെ അവിടെ കിടക്കുകയാണ്. ഇന്ന് വരെ ആ വസ്തു കിട്ടിയെന്നല്ലാണ്ട് അതിനകത്തോട്ട് ഓരോ ഓടയായിട്ട് അതിപ്പോ അവര് നടപ്പാതയായിട്ട് യൂസ് ചെയ്യുന്നു. ഞാൻ ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ അറിയാൻ കാര്യം. അതിലൊരു ചേച്ചി പറഞ്ഞതിലൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും നടപ്പാതയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നു, ഓടയ്ക്ക് അല്ല. അത് രണ്ടാണ്. നടപ്പാത ദൈനംദിന ആവശ്യമുണ്ട്, ഓട വെള്ളം പൊങ്ങുമ്പോൾ മതി. അപ്പൊ 2-3 മാസം മതി. പക്ഷെ ഇപ്പൊ നമ്മൾ അറിയാതെ പോകുന്ന ഒരു കാര്യം, ഇനി കേരളത്തിൽ 7-8 മാസം വെള്ളപ്പൊക്കമായിരിക്കും. ഇപ്പൊ കണ്ടില്ലേ, പുതിയ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സംഭവിക്കുമ്പോൾ അമേരിക്കയിൽ പോലും ടെക്സാസിലും മിന്നൽ പ്രളയം ഉണ്ടായി, എല്ലാം കൂടെ ഒലിച്ചങ്ങ് പോയി. ഇപ്പൊ ന്യൂജേഴ്സിയിലും ന്യൂയോർക്കിലും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായി മിന്നൽ പ്രളയം എന്ന് പറഞ്ഞാൽ 1 മാസം 2 മാസം പെയ്യുന്ന മഴ 10 മിനിറ്റ് കൊണ്ട് എടുത്തൊഴിക്കുന്നത് പോലെ ഒറ്റയടിക്ക് പെയ്യാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതെല്ലാം വരും. അന്നേരം പിന്നെ ഒരു ഗുണമുണ്ട്, ചിലപ്പോൾ ഓട മാത്രം വേണ്ടി വരില്ല, വീട് സഹിതം ഈ സംഗതിയിലങ്ങ് ഒഴുകി പോകുന്ന ഒരു സംഗതി വരും. അപ്പൊ അങ്ങനെ വരുന്നൊരു സിറ്റുവേഷൻ വരും. അപ്പൊ എടുത്തോളൂ. നമുക്കൊരു പാസഞ്ചർ ഉണ്ട്. ഹലോ, നമസ്കാരം. സ്കൂൾ തലത്തിലൊരു പ്രശ്നം ഉണ്ടായാൽ അവർക്കൊരു നഷ്ടപരിഹാരം കൊടുക്കുമ്പം ആ വിഷയം അവിടെ അവസാനിച്ചു. അടുത്ത കുട്ടികൾക്ക് നാളെ ഇത് സംഭവിക്കും എന്നുള്ളതിന് നമ്മൾ അടുത്ത കുഞ്ഞുങ്ങളെ സ്കൂൾ വിടരുത്, സ്കൂൾ അടപ്പിക്കുക, ആ പ്രശ്നം പരിഹരിക്കുള്ളൂ. അങ്ങനെ ആയാലും ഇത് നീങ്ങത്തുള്ളൂ. ഇപ്പൊ തന്നെ എന്തെല്ലാം വിഷയങ്ങളിലൂടെ നമ്മൾ തീർച്ചയായും ചേച്ചി പ്രശ്നത്തിന് ഒന്നും വേണ്ട. തെരുവില് കുഞ്ഞുങ്ങളെ ആയാലും എല്ലാത്തിനെയും പട്ടി കടിച്ച് കൊല്ലുന്ന കണ്ടിരിക്കുക നമ്മള്. എന്തെങ്കിലും ഒരു തീരുമാനം, ഇതിൽ തീരുമാനം ഉണ്ടാക്കുക. ഞാൻ പോലും മന്ത്രിക്ക് ലെറ്റർ കൊടുത്തു, അപ്പോഴും പറയുന്ന വേറെ കാര്യം. കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ. അപ്പൊ അത് കാരണം തെരുവ് നായ്ക്കളെ ഇപ്പൊ നേരത്തെ ഒരു കളക്ടറോ മറ്റോ പ്രതികരിച്ചിരുന്നു, ഈ കോഴികളെ എന്തുമാത്രം കോഴികളെ നമ്മൾ കൊന്നു കളയുന്നു. അപ്പൊ അക്രമം കാണിക്കുന്ന നിങ്ങളെ കൊന്നു കളയുക, ബാക്കിയുള്ള ജീവിക്കുന്നെങ്കിൽ ജീവിച്ചോട്ടെ, അല്ലെ ഇതിനെ എവിടെയെങ്കിലും സംരക്ഷിക്കുക. സംരക്ഷിച്ചു കഴിഞ്ഞാൽ അതിന് സംരക്ഷണവും ആകും, നാട്ടിന് പ്രശ്നവും ഇല്ലാണ്ടാകും. പക്ഷെ അത് ചെയ്യാൻ ആരും മുന്നോട്ട് വരുന്നില്ല. ഈ പ്രശ്നം ഈ ഒരു പ്രശ്നം ഇപ്പൊ നമുക്ക് അറിയാം, വന്യമൃഗങ്ങൾ ഇറങ്ങി അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, മനുഷ്യനെ കൊന്നുകളയാണ്, ഒരു വില കൊടുക്കുന്നില്ല. എന്തിനും നമ്മൾ പിന്നെ ഇത്രയും സഹിക്കുന്നു? നമുക്ക് വേണ്ടിയിട്ടല്ലേ ഈ ഭരണം എന്ന് പറയുന്നത്? എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? സാധാരണക്കാർ പ്രതികരിക്കുക, ശക്തമായിട്ട് പ്രതികരിച്ചതിന് തീരുമാനം ഉണ്ടാവുകയോളം പ്രതികരിച്ചുകൊണ്ടിരിക്കുക. ഒരു വലിയ നഷ്ടപരിഹാരം അങ്ങോട്ട് പ്രഖ്യാപിച്ചു കഴിയുമ്പോ പിന്നെ ആരുമില്ല, പിന്നെ എല്ലാവരും അനങ്ങത്തില്ല. ആ ഒരു രീതി മാറണം. ഇവിടെ ആ രീതി മാറിയാലേ പറ്റൂ. അത് എപ്പോഴതിന് പരിഹാരം കാണുന്നു അതുവരെ പ്രതികരിക്കുക, അതാ ചെയ്യേണ്ടത്. തീർച്ചയായും. അപ്പോ അത്തരത്തിൽ എല്ലാവരുടെയും ഈ പാസഞ്ചർ പറഞ്ഞ ശരിയാ. പട്ടി ഒന്ന് ആലോചിച്ച് നോക്കൂ, ലോകത്ത് ഏത് രാജ്യത്ത് പോയി ഇത് പറഞ്ഞാലും ആളുകൾ ചിരിക്കും. അതായത് മനുഷ്യനെ പേ പിടിച്ച് കടിച്ച് കീറുന്നു, കൊല്ലുന്നു. ഇപ്പം എൻ്റെ വീട്ടിനെ ഞാനൊരു ഇരയാണ് അതിൻ്റെ എന്ന് വെച്ചാൽ കുറേ പറമ്പുള്ളത് കൊണ്ട് ഞാൻ ഈ പട്ടിശല്യം കൊണ്ട് മാത്രം ഏതാണ്ട് ലക്ഷക്കണക്കിന് രൂപ മുടക്കി മതിൽ കെട്ടി. പക്ഷേ ഇപ്പോൾ നടക്കുന്നേ ഓടുന്നേ പട്ടിയല്ല, പറക്കുന്ന പട്ടിയാണ്. അതായത് ഈ മതിൽ പറന്നിറങ്ങുക, ഇപ്പുറത്ത് ഇറങ്ങിയിട്ട് ഓരോ ദിവസവും നമ്മളൊന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ എന്താ പറയുക, വ്യാപാരം നിലനിർത്താൻ വേണ്ടി പട്ടി വഹിക്കുന്ന പങ്കുണ്ട്. അതായത് പുറത്തിട്ടേക്കുന്ന ചെരുപ്പുകളോ എന്തെങ്കിലും സാധനമോ അതിൻ്റെ കണ്ണിൽപ്പെട്ടാൽ കടിച്ചങ്ങ് കീറുക, പിന്നെ വാങ്ങിയിട്ടേ നിർവാഹമുള്ളൂ. അപ്പോൾ പട്ടി എന്താ ചെയ്യുന്നത്? ജനസംഖ്യാ നിയന്ത്രണത്തിന് സഹായിക്കുന്നുണ്ട്, വ്യാപാരം പ്രോത്സാഹിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്, നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്നുണ്ട്. കാരണം ഇപ്പം ഞാൻ ഇനി ആലോചിക്കുന്നത് ഇതിൻ്റെ മുകളിലേക്ക് എന്തെങ്കിലും തരത്തിൽ ഉയരത്തിൽ ചെയ്ത് പിന്നെ എന്ത് ചെയ്യാൻ ഒക്കും എന്നുള്ളതാണ് നോക്കുന്നത്. കാരണം എന്നാലെങ്കിലും ഇത് ചാടുന്നത് സാധിക്കുന്നത് കൊണ്ടല്ലേ, ഇതുപോലെ സാധിക്കാത്ത എന്ത് ചെയ്യാനൊക്കും? കുട്ടികളെ പഠിപ്പിക്കാൻ വിടാനൊക്കുമോ? അല്ലെങ്കിൽ കുട്ടികളെ ഓരോ സ്ഥലത്ത് കൊണ്ടുപോകാനൊക്കുമോ? ഇപ്പോൾ ഈ രാവിലെ 7 മണിക്ക് പല സ്ഥലങ്ങളിൽ 6:30-7 മണിക്ക് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ മതപഠനം മദ്രസകളുണ്ട്. പണ്ടൊക്കെ ധൈര്യമായിട്ട് നടന്നു പോകുമായിരുന്നു, ഇപ്പോൾ ആരും വിടുന്നില്ല. ആ പണി അങ്ങ് നിർത്തി. കാരണം രാവിലെ എങ്ങനെയാ ഈ കൊച്ചുവെളുപ്പാൻ കാലത്തെ പിള്ളേർ നടന്ന് ധൈര്യമായിട്ട് പോകുന്നത്? ഇത്തിരി കഴിയുമ്പോൾ കടിച്ചു കീറി വരിക, പേ വിഷബാധ. അത് കഴിഞ്ഞാട്ടോ ആ ഇഞ്ചക്ഷൻ എടുത്ത ചിലർക്ക് വീണ്ടും പേ വിഷബാധ ഉണ്ടാവുന്നുണ്ട്. ഞാൻ പറയാം, അപ്പം നമ്മൾ ഈ പറയുന്ന സംവിധാനങ്ങളിൽ അതിന് അക്കൗണ്ടബിൾ ആണ്? എല്ലാ സ്ഥലത്തും ഇതൊക്കെ നടക്കുമായിരിക്കും. ഫ്രാങ്ക്ലി സ്പീക്കിംഗ്, എല്ലാ രാജ്യത്തും എല്ലാ സമൂഹത്തിലും ചില പ്രശ്നങ്ങൾ നടക്കും. ആ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അതിന് ആരെങ്കിലും അക്കൗണ്ടബിൾ ആവണ്ടേ? ആ അക്കൗണ്ടബിൾ ആകുന്ന ആരെങ്കിലും പണിഷ് ചെയ്യപ്പെടണ്ടേ? ആ അക്കൗണ്ടബിൾ ആകുന്ന സംഗതി കുറഞ്ഞത് 1 വർഷത്തേക്കെങ്കിലും റിപ്പീറ്റ് ചെയ്യാതിരിക്കണ്ടേ? അതെ, അതിൻ്റെ കൂടുതൽ സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഒരു പ്രശ്നം ഒരു പരിഹാരത്തിനായി മുന്നോട്ട് കൊണ്ടുവെക്കുമ്പോൾ ഇപ്പോൾ ഇത്രയും അക്രമകാരികളായിട്ടുള്ള ആളുകളെ മാറ്റി നിർത്തണം, അല്ല ഈ പട്ടികളൊക്കെ നമുക്ക് അതിനെയൊക്കെ കൈകാര്യം ചെയ്യാനൊരു നടപടിയോ നിയമമോ കൊണ്ടുവന്നാൽ അതിന് വളരെ പ്രയാസമുണ്ടേ. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിനെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞ കുറേ ആളുകൾ
വളരെ പെട്ടെന്ന് എത്തും. ഭയങ്കര സ്നേഹമായിരിക്കും അപ്പോൾ അവർക്ക്. അല്ല, അത് അങ്ങനെ സ്നേഹിക്കുന്നവരുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു പറമ്പിലേക്ക് അവരുടെ സ്ഥലത്തേക്ക് ഈ പട്ടികളെ എല്ലാം കൂടെ കളക്ട് ചെയ്ത് അവിടെ കൊണ്ടുവിടണം. ഈ അക്രമകാരികളായിട്ടുള്ള ആളുകളെ അതിനെ ചികിത്സിക്കണം എന്ന് വരെ പറയുന്ന ആളുകൾ. അതാ ഞാൻ പറഞ്ഞത്. അങ്ങനെ ആവുമ്പോൾ അവരെ കൊണ്ടുവന്ന് അവിടെ ആക്കണം. അവിടെ കൊണ്ടുവന്ന് ആക്കിയാൽ അവരതുമായിട്ട് ജീവിച്ചോട്ടെ, സാധാരണക്കാരൻ ഇതിൽ നിന്ന് രക്ഷപ്പെടട്ടെ. അപ്പം ഞാൻ പറയുന്നത് ഇതൊന്നിനും ഒരു സംഗതി ഇതുകൊണ്ട് ഇപ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തെങ്കിലും തരത്തിൽ ഏതെങ്കിലും രാജ്യത്തോ എവിടെയെങ്കിലും അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്നവരാരും തിരിച്ച് ഇങ്ങോട്ട് വരുന്നില്ല. ഇങ്ങോട്ട് വരുന്നില്ല. എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് വളരെ ഫ്രാങ്കായിട്ട് ചോദിച്ചു, എന്തിനാണ്, പുള്ളി മലയാളിയാ, നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ രാജ്യത്ത് ഒരു സിസ്റ്റം ഉള്ളത് എന്തിനാന്ന് ചോദിച്ചു. അപ്പം നമ്മുടെ നാട്ടിലൊരു സിസ്റ്റം ഉള്ളതുണ്ട്. ഒന്ന്, ശമ്പളം തരാനൊരു സിസ്റ്റമുണ്ട്, പെൻഷൻ തരാനൊരു സിസ്റ്റമുണ്ട്, നികുതി വാങ്ങാനൊരു സിസ്റ്റമുണ്ട്, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു സിസ്റ്റമുണ്ട്. പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു അപേക്ഷ കൊടുത്താൽ ഞാൻ മുസ്ലിമാണെന്ന് തെളിയിക്കാൻ, അല്ലെങ്കിൽ ഞാൻ പുത്തൻതെരുവിലെ ഇന്ന വീട്ടിൽ താമസിക്കുന്ന ആളാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഒരു അപേക്ഷ കൊടുത്താൽ അത് തരുന്നതിനൊരു സംവിധാനമുണ്ട്, ആ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഒരു സിസ്റ്റമുണ്ട്. അല്ലാതെ ബാക്കിയുള്ള ഈ ബാഹ്യ ഇടപെടലുകൾ, പശ്ചാത്തല സൗകര്യം, ചുറ്റുപാടുകൾ, ഇതിനെ സംബന്ധിച്ചൊന്നും നമ്മൾ ചിന്തിക്കുമ്പോഴേക്ക് സിസ്റ്റങ്ങളില്ല എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുന്നു. അല്ലെങ്കിൽ ഉള്ള സിസ്റ്റങ്ങൾ മതിയാവുന്നില്ല, ഇല്ലെന്നും പറയുന്നില്ല, ഉള്ള സിസ്റ്റങ്ങൾ മതിയാവുന്നില്ല. ഹലോ, നമുക്കൊരു പാസഞ്ചർ ഉണ്ട്. ഹലോ ഹലോ ഒരു കോഴിയെ വളർത്തി, ഒരു ആടിനെ വളർത്തി, ഒന്നും ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ മനുഷ്യനെ വരെ കടിച്ചു കീറി തിന്നുക. എന്നിട്ട് അവര് പറയും പരിഹാരമില്ല. ഓരോരുത്തരെ അവരവരുടെ സംഗതികൾ അനുസരിച്ച് ഈ പറഞ്ഞതുപോലെ സത്യമാണ്, സാധാരണ മനുഷ്യർ അനുഭവിക്കുകയാണ്, കഷ്ടപ്പെടുകയാണ്. ഈ പറയുന്ന പരിഹാരം ആരോടാണ് പറയേണ്ടതെന്ന് അറിയാത്ത സ്ഥിതി, വിളിച്ചതിന് നന്ദി പറയുന്നൊരു സ്ഥിതിവിശേഷമാണ്. അപ്പം ഈ നമ്മൾ പറഞ്ഞു വരുന്നത് ഈ സിസ്റ്റങ്ങളുടെയൊക്കെ അഭാവം കൊണ്ട് ഈ മനുഷ്യജീവിതമാണ് ഏറ്റവും ദുസ്സഹമായി തീരുന്നത്. ബാക്കി എല്ലാ അവകാശങ്ങളും സംരക്ഷിക്കാൻ സംവിധാനങ്ങളും ഏർപ്പാടുകളുമൊക്കെ ഉള്ളതിനോടുകൂടി തന്നെ ഈ സിസ്റ്റങ്ങളാണ് ആകെ തകരാറിലായിരിക്കുന്നത്. ഇപ്പം തന്നെ ആദ്യം വിളിച്ച ശ്രോതാവ് പറഞ്ഞു കേട്ടില്ലേ, മുഴങ്ങോട്ടുള്ള സ്കൂളാണ്, SKV UPS ആണ്, നല്ലിമരം അവിടെ നിൽപ്പുണ്ട്. അതിന് പിന്നെ HM പലതവണ സംഗതി കൊടുത്തു. ഇനി കൊടുത്തിട്ട് അത് മുറിക്കരുത്, അതങ്ങനെ നിൽക്കണം. നല്ലൊരു കാറ്റത്ത് മഴയത്ത് കുട്ടികൾ അവിടെ കളിക്കണം. അപ്പോൾ കളിക്കുമ്പോൾ എന്ത് ചെയ്യും? ഹലോ, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഞാനിപ്പോ ഈ പ്രതികരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ എന്റെ അനിയത്തി ഒരു 10-16 സെന്റ് വസ്തു വാങ്ങിച്ചിട്ട് ഒരു വീട് വെച്ചിപ്പോ താമസിക്കുന്നത്. അപ്പൊ അവരുടെ അതിനകത്തൂടെ ഓടയുണ്ടെന്നും പറഞ്ഞ അവിടെ ആൾക്കാരിൽ അവിടെ ഭയങ്കര പ്രശ്നം. പക്ഷെ അവരുടെ സ്കെച്ചിലോ പ്ലാനിലോ ഒന്നും ഇങ്ങനൊരു സംഭവമേ ഇല്ല. അവത്തിങ്ങളുടെ ഭർത്താവ് ഒന്ന് മരിച്ചു പോയതായിരുന്നു, 3 കുട്ടികളുണ്ട്. അവരുടെ വീട് വാങ്ങിച്ചിട്ട് ഒരു വഴി വരെ വാങ്ങിച്ചതാ. ആ വഴിയിലെല്ലാം അവര് കൊണ്ടുവന്ന് പിന്നെ കമ്പ് ഓടയെല്ലാം ഇട്ട് അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയില്ല. ഇതെല്ലാം അവരെന്തെങ്കിലും ഒന്ന് ചെയ്ത് കഴിയുമ്പോൾ ഇരിക്കുന്നതല്ല ഞാൻ പറഞ്ഞത്. നാട്ടുകാർ ആവശ്യപ്പെടുന്നത് അവര് തീരുമാനിച്ചു. സ്കെച്ചിലോ പ്ലാനിലോ വില്ലേജിന്നോ ഒന്നും ഈ ഒരു സംഭവം നമുക്കില്ല. അപ്പൊ അവർക്ക് ആ വസ്തുവിലൂടെ തന്നെ ഓട വെട്ടി പണ്ടൊഴുകി കൊണ്ടുപോയിരുന്നതായിരുന്നു നൈലേക്കൂടെ. അത് നമ്മളിപ്പോ അറിയുന്നില്ലല്ലോ. ഇത് അവിടുത്തെ ഒരു നിയമം. അവിടുത്തെ പഞ്ചായത്ത് മെമ്പറൊക്കെ കൂടെ നിൽക്കുന്നവര് അവർക്ക് എന്തോ അവരാരും എല്ലാരും കൂടെ ഇവര് ദൂരെ നിന്ന് ഒന്നും താമസിക്കില്ല. എല്ലാരും കൂടെ ഇവരെ കൂട്ടമായിട്ട് ആക്രമിക്കുന്ന ഒരു ഫീല് കഷ്ടമാ നമുക്കൊന്ന് ഓർത്തു കഴിഞ്ഞാല്. എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയൊക്കെ ഇതൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ വല്ല കുട്ടിയുടെ കാര്യം പറഞ്ഞതുപോലെ എല്ലാരും പറയുന്നുണ്ട്. രക്ഷകർത്താക്കൾ ഇപ്പം വന്നപ്പോൾ പറയുന്നത് അതിലെ കൂടെ ലൈൻ താന്ന് കിടക്കുമായിരുന്നു. അതവര് അത്ര വലിയ ശ്രദ്ധിച്ചില്ല. നമ്മളൊരു സ്കൂളിൽ ചെല്ലുമ്പോൾ നമ്മളെ യഥാർത്ഥത്തിൽ നമ്മൾ അടുത്ത ടീച്ചർ പോലും അറിഞ്ഞിട്ടില്ലെന്നാ പറയുന്നത്. മനസ്സിലായോ? നമ്മളെന്തോ പ്രതികരിക്കും ഇതിനൊക്കെ. ശരി സാറേ, താങ്ക് യു. വളരെ വളരെ നല്ല ഇതായിട്ട് കൃത്യമായിട്ട് അവരത് പറഞ്ഞ് തന്നിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നാൽ നമ്മൾ കണ്ണിന് മുന്നേ കാണുന്നുണ്ട്, തിരിച്ചറിയാതെ വരുന്ന ചില അപകടങ്ങളെ പോലെയല്ല ഇത്. കണ്ടിട്ടും നമ്മൾ അതിനെ ഒരിക്കലും കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇത് കണ്ട് രക്ഷകർത്താക്കളും ഉണ്ടാതിരിക്കുന്നു. പിന്നെ ഈ പറഞ്ഞ അധ്യാപകർ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ സൗകര്യമോ? കാരണം കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ കണ്ടിട്ട് എന്ത് ചെയ്തു എന്ന് ചോദിക്കില്ലേ? ഉറങ്ങുന്നവനെ പ്രശ്നം തീർന്നില്ലേ? അതെ. ഹലോ, ഒരു പാസഞ്ചർ ഉണ്ട്. ഹലോ, നമസ്കാരം. ഉത്തരവാദിത്തപ്പെട്ടവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി രക്ഷപ്പെടാൻ നോക്കുകയാണ്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മഴക്കാലത്ത് റോഡിൽ അഗാധമായ കുഴികളുണ്ട്. അതെല്ലാം വെള്ളം നിറഞ്ഞു നിൽക്കുക, അറിയത്തില്ലത്. ഇപ്പോൾ ബൈക്ക് യാത്രക്കാരായാലും സ്കൂട്ടർ യാത്രക്കാരായാലും അതിൽ വീണ് കഴിഞ്ഞാൽ വിലപ്പെട്ടവർ ജീവൻ നമുക്ക് രക്ഷിക്കാൻ കഴിയും. അത് ഉത്തരവാദിത്തപ്പെട്ടവർ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നടപടികൾ
ഉത്തരവാദിത്തപ്പെട്ടവർ ഏറ്റെടുക്കണമെന്ന് റേഡിയോ കൂടെ ഒന്ന് പറയാം. അതെ അതെ അതെ, നമുക്കറിയാം മഴയാണ്, മഴ വരുന്നതിന് തൊട്ട് മുമ്പ് നല്ല ചൂട് വന്ന സമയത്ത് നമുക്കറിയാം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന്. പക്ഷെ എങ്കിൽ ചെയ്യേണ്ടവർ ചെയ്തിട്ടില്ല. അതിനെന്താണ് നമുക്കൊരു നമ്മൾ ഇടപെട്ടാൽ അത് വേറൊരു കേസാവും, നമുക്കെതിരെയുള്ള നടപടികൾ പെട്ടെന്ന് നടക്കും. പക്ഷേങ്കിൽ ഒരു നല്ല കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു വികസനം വരണമെന്നുണ്ടെങ്കിൽ അതിന് എത്രമേൽ കടമ്പകൾ കടക്കണം അല്ലേ? അതെ അതെ അതെ. ഇത് എന്താ പറയുന്നത്, നമ്മൾ സാധാരണ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംവിധാനങ്ങളെല്ലാം കൂടി ഒരു തരം നമ്മൾ പണ്ട് വാൽമീകം എന്നൊക്കെ പറയത്തില്ലേ, അതായത് ഈ ചിതൽപുറ്റ് എന്ന് പറയത്തില്ലേ, അങ്ങനെ ഒരു തരം ഇങ്ങനെ എല്ലാ സംവിധാനങ്ങളും കൂടി ഒരു പുറ്റ് പിടിച്ചതുപോലെ ഈ ഒന്നൊന്നും തമ്മിൽ ക്ലാഷ് ആവാത്ത രീതിയിൽ, ഒന്നൊന്നും തമ്മിൽ ചേരാത്ത രീതിയിൽ. ഇപ്പം നമ്മളിപ്പോൾ ഇതിനകത്ത് പറഞ്ഞില്ലേ, അത് കണ്ടു, അത് ബോർഡിന് അയച്ചു കൊടുത്തു, പിന്നെ ബോർഡ് അതിൻ്റെ മറുപടി ഇങ്ങോട്ട് അയച്ചു കൊടുത്തു, ഇത് അങ്ങോട്ട് അയച്ചു കൊടുത്തു, അവർ പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞു. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ HM അങ്ങോട്ട് എഴുതി, 10 തവണ എഴുതി, അത് വിട്ടില്ല. ഇപ്പം സംഗതി എന്തെങ്കിലും സംഭവിച്ച് ഇത് മറിഞ്ഞു വീണ് ഒരു കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ച് കഴിയുമ്പോഴേക്ക് കുറേ പേരെല്ലാം കൂടെ തള്ളിക്കയറി, കുറേ പേരെല്ലാം കൂടി ഇടിച്ചു കയറി, മറ്റൊരു കുറേ പേര് പ്രതിരോധിച്ചു. പിന്നെ അതിനകത്ത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ കാലത്ത് ഒരു പുതിയ വിഭവം കൂടിയുണ്ടല്ലോ, ഈ ജാതിയും മതവും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഉടനെ അതിനകത്തേക്ക് അത് കുറേ തള്ളി തിരികെ വെച്ചു. ഇതൊക്കെ പറയുന്നതല്ലാതെ ഈ ഏത് ജാതിയിൽപ്പെട്ട മനുഷ്യനായാലും, ഈ സാധാരണക്കാരനായ ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അവനൊരു സംവിധാനവും ഫലപ്രദമായി അവന് ജീവിക്കാൻ കഴിയാത്തവണ്ണം വളരെ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമായി പോകുന്ന ഒരു സംഗതിയാണ് ഇപ്പോൾ റോഡിലെ കുഴികൾ. ഈ കുഴികളാണെങ്കിൽ പലയിടങ്ങളിലും ഭയങ്കര അപകടകരമായ സ്ഥിതിയിലുണ്ട്. ചിലരാണെങ്കിൽ അതിനൊരു പ്രതിരോധം തീർക്കുന്നത് എന്താണെന്നറിയോ, ആ കുഴിയുടെ തൊട്ടപ്പുറത്ത് ഭീകരമായ ഒരു പാറ പിടിച്ചു വെക്കും. ആ പാറ പകല് കാണാം, രാത്രി വരുന്നോ വല്ലോ അതിൽ ഇടിച്ച് മറിഞ്ഞു വീണിട്ടുണ്ടോ ഇല്ലയോ എന്ന് രാവിലെ പിടിച്ചു വെക്കുന്നതും പോലും അറിയുന്നില്ല. അതെ അതെ, തീർച്ചയായും. അടുത്തൊരു പാസഞ്ചർ ഉണ്ട്. ഹലോ ഹലോ, നമസ്കാരം. നമസ്കാരം, പറയാം. നമ്മുടെ സിസ്റ്റത്തിന്റെ തന്നെ തകരാറാണ് സാർ ഇതെല്ലാം. അതായത് ഇപ്പൊ തന്നെ നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒന്നങ്ങോട്ട് കഴിഞ്ഞ ദാരുണമായ ഗന്ധി. ഇപ്പൊ രണ്ടാമത് നമ്മളെ നടുക്കിയ നമ്മുടെ നാട് തേവലക്കരയുടെ സ്കൂളിലെ മിഥുന്റെ ആ മരണത്തിൽ ആദ്യം അനുശോചനം അറിയിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. എന്തായാലും ഇനിയിപ്പോ എനിക്ക് പേടി തോന്നുന്നു, ഞാൻ ഇങ്ങനെ പോകും, ശങ്കരാമത്തൂടെ പോകും, നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പകുതി ഭാഗം ഹൈവേക്ക് വേണ്ടി ഇടിച്ചു നിർത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിനകത്ത് ഓഫീസുകളോ മറ്റൊക്കെ വർക്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നത് ഒരു ഭാഗത്ത്. അത് രണ്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ഒരു പ്രശ്നം, പല കുട്ടികളും പറയാനുള്ള രാവിലെയൊക്കെ ചെന്ന് കയറുന്ന കുട്ടികൾക്ക് അതിനകത്ത് മൊത്തം തെരുവ് നായ്ക്കളാണ് നമ്മുടെ ആ സ്കൂളിന്റെ പ്രവേശനം പരിസരത്തോളം. ഇതൊക്കെ വലിയ അപകടകരമായ സ്ഥിതിയിലേക്കാണ് പോകുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മളിനിയിപ്പം സാറ് നേരത്തെ പറഞ്ഞ കണക്ക് നമ്മുടെ ഹൈവേയിലെ കുഴികൾ, ഹൈവേ സൈഡിൽ തന്നെ എത്രയോ ജീവനുകളാണ് പൊലിയുന്നത്. അപ്പൊ നമുക്ക് ഇതിന് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു പരിഹാരം ഉണ്ടാകാത്തിടത്തോളം കാലം, പിന്നെ നമ്മളിപ്പോ ഇതുപോലൊക്കെ ഓരോന്ന് വരുമ്പോൾ കൊട്ടിഘോഷിക്കും, പിന്നെ ഇന്ന് ചാനലുകൾ അന്തിച്ചർച്ച ഉണ്ടാവും, അതുണ്ടാവും, പിന്നെ ആ കുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കും, അല്ല കുട്ടിയുടെ കുടുംബത്തിന് എന്തെങ്കിലും കൊടുക്കും, കുട്ടിയുടെ അമ്മയ്ക്ക് ഒരു ജോലിയും കൊടുക്കും. ഇതൊക്കെ കൊണ്ട് അവരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇതെല്ലാം മറന്നിട്ട് അടുത്ത കാര്യത്തിലേക്ക് അങ്ങ് പോവുകയാണ്. അതെ, ഇത് നമുക്ക് എത്ര നാൾ ഇങ്ങനെ കൊണ്ടുവന്നു. അതുപോലെ നമ്മൾ വളരെ ആഴത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം തന്നെ ഈ തെരുവായ പ്രശ്നം തന്നെയാണ്. ഇപ്പൊ സാറ് പറഞ്ഞ സാറിന്റെ വീട്ടിൽ ഇന്നിപ്പോ എന്റെ വീട്ടിൽ രാവിലെ വിളിച്ചോണ്ടിരുന്നത് എന്റെ സിറ്റ് ഔട്ടിനകത്ത് ഞാൻ ചെറിയ ഗേറ്റുണ്ട്, അതിനകത്തുനിന്ന് വേറെ 100 പട്ടികളുണ്ട്. അത് ഇറങ്ങി കഴിഞ്ഞാൽ ഇപ്പം അതാണ് സ്ഥിതിവിശേഷം. ഈ പറഞ്ഞതുപോലെ എന്താ പറയുന്നത്, പണ്ട് എല്ലാം മനുഷ്യന് ജീവിക്കാൻ വേണ്ടി ബാക്കി എല്ലാ സംവിധാനം എന്ന് പറയും. ഇപ്പോൾ ബാക്കി എല്ലാ സംവിധാനത്തോടൊപ്പം അതിൻ്റെ ഇരകളായി ജീവിക്കേണ്ടി വരുന്ന മനുഷ്യരുടെ ജീവിതം പോലെയായി മാറുന്നു എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഏതായാലും ഈ പറഞ്ഞതുപോലെ എന്താണ് ഈ ഒരു സംഗതി പഠിക്കുമ്പോൾ നമ്മളൊക്കെ സാധാരണ കേട്ടിട്ടുണ്ട്, ഇപ്പോൾ ഒരാൾ വേറൊരു രാജ്യത്ത് ഒരു ജീവൻ, ഇപ്പോൾ ഈ മരിച്ച ഈ മകൻ്റെ ജീവന് അവന് ജീവിക്കാനുള്ള അവകാശം, അതിനൊരു വാല്യൂ ഇല്ല. അതിന് ഉത്തരവാദി ആരാണ്, എന്താണ് സംഭവിച്ചത്, ഒരു നടപടി ഇതിലുണ്ടാവില്ല. ഇതിന് ആർക്കും നടപടിയും വേണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഇത് ആകെ വേണ്ടത് എന്തോ 5, 6, 10 ദിവസത്തേക്കുള്ള ഒരു കണ്ടന്റാണ്, ഒരു സംഭവമാണ്. ഇപ്പം ഇന്നലെ രാത്രി മുതൽ വരുന്നു, ഈ മരിക്കുന്ന അമ്മയുടെയും അമ്മുമ്മയുടെയും ലൈവ് എടുക്കുന്നു, പൊട്ടിക്കരയുന്ന കാണിക്കുന്നു, അങ്ങനെ കാണിക്കുന്നു, ഇങ്ങനെ കാണിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഈ പടം മടക്കി അതിന്റെ ഒരു സീസൺ കഴിഞ്ഞ് ആ ഒരു ട്രെൻഡ് കഴിഞ്ഞാൽ
ആ ഒരു ട്രെൻഡ് കഴിഞ്ഞാൽ അതങ്ങ് തീർന്നു. അല്ലാതെ അവിടെ ഒരു പരിഹാരമില്ല, ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല. അതിനെന്താ പരിഹാരം എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുന്നില്ല. കാര്യം ഒരു പ്രശ്നം വന്നാൽ അതിൽ ഏതൊക്കെ ഒരു സിനിമയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, എന്ന് വെച്ചാൽ ജയ് ഭീം എന്നുള്ളൊരു സിനിമയായിരുന്നു അത്. അതിനകത്ത് കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഏതൊക്കെ സിസ്റ്റംസ് ആണ് ബാധിക്കപ്പെട്ടിട്ടുള്ളത്, ഏതൊക്കെ സിസ്റ്റമാണ് അതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത്, അത് കറക്റ്റ് അവർ ആ ഒരു സിനിമ ഡയലോഗ് പോലെയാണെങ്കിൽ കൂടി ആരൊക്കെയാണ് ഉത്തരവാദി, കുറ്റക്കാരൻ എന്ന് പറയുമ്പോൾ ഒരു 100-ൽ അധികം ആളുകൾ ഒരു പ്രശ്നത്തിൽ ഇടപെട്ട് അയാളുടെ കുറ്റക്കാരായിട്ട് അവർ അതിനകത്തൊരു ഡയലോഗ് പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോഴാണ് ഞാനത് മനസ്സിലാക്കുന്നത്. ശരിയാണ്, നമ്മൾ ഒരു പ്രശ്നം വരുന്ന സമയത്ത് അതിന് ബാധിക്കപ്പെട്ടിട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളയും അതിന് ബാധിക്കപ്പെട്ടുള്ള എല്ലാ ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാത്ത എല്ലാവരും കുറ്റക്കാരാണ്. ഇത്തരത്തിലൊരു കുറ്റക്കാർക്ക് വേണ്ടിയുള്ള നടപടികൾ അതിൽ അവരെങ്ങനെയെങ്കിലും ഒഴികഴിവുകൾ വരുത്തി അവരുടെ ന്യായീകരണങ്ങൾ, തൻ്റെ ഭാഗം ക്ലിയർ ചെയ്യാനുള്ള ന്യായീകരണങ്ങൾ അവരെന്തൊക്കെയായാലും ചെയ്തു വെക്കുന്നുണ്ട്. ഇത് അവരുടെ സ്വാധീനം അനുസരിച്ച് അവർ ആ ഒരു പ്രശ്നത്തിൽ നിന്നും പരിഹാരം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ അതിനപ്പുറത്തേക്ക് ആ ബാധിക്കപ്പെട്ട ആ ഒറ്റൊരാളുടെ കാര്യം, ആ ബാധിക്കപ്പെട്ട ആ പ്രശ്നം പരിഹരിക്കപ്പെടാൻ വേണ്ടിയിട്ട് അത് ബാധിച്ച ആ ആളുടെ കുടുംബത്തിനോ ആ പ്രശ്നമുള്ള ആളുടെ പ്രശ്നത്തിനോ പരിഹാരം കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ കുറഞ്ഞ എഫേർട്ട് മതി. ഈ 100 പേരെ സഹായിക്കാൻ അല്ലെങ്കിൽ 99 പേരെ സഹായിക്കാനുള്ള ആ ഒരു എഫേർട്ടിൻ്റെ 100-ൽ 1 മതി ഈ ഒരൊറ്റൊരാളുടെ പ്രശ്നം പരിഹരിക്കാൻ. അതിന് ഇവിടെ സിസ്റ്റമില്ല, അതിനൊരു പരിഹാരവുമില്ല. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ ഉണ്ടാകുമ്പോൾ ഇക്കാര്യത്തിൽ മാത്രം പരിഹാരം ഉണ്ടാകുന്നില്ല. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാധാരണക്കാരനും സ്വാധീനമുള്ളവനും എന്നുള്ളൊരു വ്യത്യാസം. സാധാരണക്കാരനും സ്വാധീനമുള്ളവനൊന്നും മാത്രമല്ല, ഇതിപ്പോൾ ആർക്ക് സംഭവിച്ചാലും എന്ത് സംഭവിച്ചാലും നമുക്ക് ഈ പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു പരിഹാര ഫോർമുല അല്ലെങ്കിൽ ഒരു പരിഹാരം ഇന്നതാണ്, അതിൽ ഇന്നൊരു ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് ഇന്നതാണ്, അതിനകത്ത് എന്തെങ്കിലും ഒരു സമയബന്ധിതമായി നടക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നു എന്ന് പറയുന്നതൊന്നും ഒരു സമയക്രമം അനുസരിച്ച് ഈ സംഗതികളൊന്നും നടക്കുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഒരു സംവിധാനവും ഇല്ലാത്ത രാജ്യങ്ങളിൽ പോലും. ഹലോ, നമുക്കൊരു പാസഞ്ചർ ഉണ്ട്. ഹലോ സാറേ, അന്നേരം എന്റെ നെറ്റ്വർക്ക് കംപ്ലൈന്റ് ആണ്ട് ഞാൻ ഒന്നും കൂടെ കോൾ ചെയ്ത. തെരുവ് നായ്ക്കയുടെ കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ഇത് അധികാരികൾ പറയും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാ നമ്മളോട് പറയുന്നത്. ജനപ്രതിനിധികളായിട്ട് കയറി ഇരുന്നേച്ച് നമ്മൾ രാഷ്ട്രീയക്കാരെ ആരെയും കുറ്റം പറയുന്നില്ല, പക്ഷെ നിസ്സാരമായിട്ട് നടത്താൻ പറ്റുന്ന ഈ സാധനം അവര് നടത്താതെ മനുഷ്യനെ ഇത്രേ ഉപദ്രവിക്കുവാണ്. ഇന്നലെ മുറിവോടുകൂടി പകുതി പോയ പട്ടി എന്റെ പെരക്കകത്ത് വന്ന് കയറി പൊതുവായിട്ട്. നമ്മൾ അത്രയും നമ്മൾ അനുഭവിച്ചിട്ടും അധികാരികൾക്ക് ഇതിന്റെ കണ്ണ് തുറക്കുന്നില്ല. എന്നിട്ട് മൃഗസ്നേഹികൾ വരും ഇതിനെ എവിടെങ്കിലും പാർപ്പിക്കാൻ പോകുമ്പം അവര് വന്ന് ഇതിന് തടസ്സമാകുക. അതിനൊരു കാര്യം ചെയ്യണം, അവർക്കൊരു 10 വീതം അങ്ങ് കൊടുത്ത് അവരവരുടെ വീട്ടിൽ കൊണ്ട് സംരക്ഷിച്ചാൽ എല്ലാവർക്കും ഒരു ഉപകാരമാകത്തില്ലയോ? അങ്ങനെ ഒരു നിയമം എടുക്കുക. ഒന്നെങ്കിൽ ഇതിനെ കൊന്നു കളയുക, ഇല്ലെങ്കിൽ ഓരോ വാർഡ് തലത്തിൽ ഇതിനെ അക്രമകാരികളെ കൊന്നു കളഞ്ഞിട്ട് ഓരോ വാർഡ് തലത്തിൽ ഇതിനെ സംരക്ഷിച്ച് ആരെങ്കിലും കൊണ്ട് ഭക്ഷണം കൊടുക്കത്തില്ലയോ? ജനങ്ങൾ എങ്ങനെങ്കിലും ജീവിക്കത്തില്ല. എന്നിട്ട് പറയുന്നത് ഒന്നും നടക്കത്തില്ലെന്നാ പറയുന്നത്. എന്താ നടക്കാതിരിക്കാന്? OBC നടത്തും, എവിടെങ്കിലും 1-2 എണ്ണത്തിനെ കൊല്ലും, കുറെ പണമെന്നും പറഞ്ഞ് കണക്കിൽ എഴുതി കൂട്ടും. അതിന്റെ പകുതി പൈസ മതിയല്ലോ ഇതിനെ സംരക്ഷിക്കുന്നതിന്. അതെ, വളരെ വൈകാരികമായി പറഞ്ഞതുപോലെ ഒരു പാസഞ്ചറുടെ അഭിപ്രായമാണ് പറഞ്ഞത്. അതിനകത്ത് പഞ്ചായത്ത് മെമ്പർമാരും എന്ത് ചെയ്യാൻ കഴിയും? അവർക്കും അവരുടെ മുന്നിലും ഫോർമുലയില്ല. ഇപ്പം നിങ്ങൾക്ക് അറിയാവുന്ന അറിഞ്ഞുകൂടാ, ഒരു പട്ടിയുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ ഇങ്ങ് കീഴ്ക്കോടതി മുതൽ എന്താ പറയുക സുപ്രീം കോടതി വരെ എനിക്ക് തോന്നുന്നു 500 കേസിലധികമെങ്കിലും കാണും. അതിന് പിന്നാലെ പോകുമ്പോ നമ്മളോട് ചോദിക്കുന്ന കാര്യമുണ്ട്, നിങ്ങൾ എന്തിനാ ഈ കേസിന് പിന്നാലെ പോകുന്നത്? നിങ്ങളുടെ സമയം എന്തിനാ കളയുന്നത്? വക്കീലന്മാര് പറയുന്ന കാര്യം, നിങ്ങൾ ഇതിന്റെ കൂടെ പിന്നാലെ നടന്നിട്ട് കാര്യമില്ല. കുറെ മൃഗസ്നേഹികൾ അപ്പൊ വരും. മൃഗത്തെ സ്നേഹിക്കേണ്ട ഒന്നും ഞാൻ പറയുന്നില്ല, പക്ഷെങ്കിൽ ഈ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കണ്ട് പരിചയമുള്ളത് കൊണ്ട് പറയുകയാണ്. നമ്മൾ ഒരു മൃഗത്തെയും അതിന്റെ നല്ല രൂപത്തിൽ അതിന്റെ സ്വഭാവം, അതായത് അതിൻ്റെതായിട്ടുള്ള സ്വഭാവങ്ങൾ കാണിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും സ്വാഭാവികമായി ഇപ്പൊ എല്ലാ വീടുകളിലും ഇഷ്ടം പോലെ
പട്ടികളെ വളർത്തുന്നുണ്ട്. പട്ടിന്ന് പോലും വിളിക്കുന്നത് അതിന് ഇഷ്ടമല്ല. പേര് മാത്രമേ ചങ്കു, പൊന്നു, തങ്കു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വെറൈറ്റിയാണ് നമ്മുടെ എന്നുവെച്ചാൽ അതിന് ഓമനിച്ച് വളർത്തുന്നത് ഒരു പ്രത്യേക തരം വികാരമാണ്, സന്തോഷമാണ്. അതിനപ്പുറത്തേക്ക് ഈ മൃഗങ്ങളുടേതായിട്ടുള്ള ചില സ്വഭാവ രീതികളുണ്ട്. അതിലേക്ക് അതുകൊണ്ടാണല്ലോ മനുഷ്യനും മൃഗവും എന്നുള്ളൊരു വ്യത്യാസം. അതിന് ഓരോന്നിനും ഇപ്പം മതപ്പാടുണ്ട്, പേവിഷബാധയുണ്ട്, അങ്ങനെ ഓരോ സംഗതികൾക്കും ഓരോ പ്രത്യേകതയുണ്ട്. ഇപ്പം നിപ്പ വരുന്ന മനുഷ്യനെ എന്തിനാ ഒരു സെപ്പറേറ്റ് ചെയ്തൊരു മുറിയിൽ ക്വാറന്റൈൻ ചെയ്യുന്ന, അതിനെ കൊണ്ടുള്ള ശല്യം. ഇന്നലെ വരെ സ്നേഹിച്ച മനുഷ്യനാണെങ്കിലും അത് വേറെ ആർക്കും ബുദ്ധിമുട്ടാകാതിരിക്കാനും മറ്റൊരാൾക്ക് പ്രയാസമാകാതിരിക്കാനുമാണ് അത് ചെയ്യുന്നത് എന്ന് പറയുന്നത് പോലെ ഇതിനെയൊക്കെ നമ്മൾ അതിൻ്റെ ഒരു പ്രായോഗികതയിൽ, എനിക്കറിയില്ല അതിൻ്റെ ഒരു എന്താ സംഗതി എന്നുള്ളത്, അതിനകത്ത് ഈ എന്താ പറയുന്നത്, ഈ മനുഷ്യൻ്റെ ഒരു വകുപ്പ്, ഏതെങ്കിലും ഒരു വകുപ്പ് വേണം. അപ്പോൾ നമ്മൾ ഈ മൃഗസംരക്ഷണത്തിനൊക്കെ വകുപ്പുള്ളതുപോലെ മനുഷ്യ വകുപ്പ്, മിനിസ്ട്രി ഓഫ് ഹ്യൂമൻസ് എന്ന് പറയുന്ന ഒരു മന്ത്രാലയം വേണം. അപ്പോൾ ആ ഹ്യൂമൻസിൻ്റെ മന്ത്രാലയത്തിൽ വേറെ വലിയ കാര്യങ്ങളൊന്നും വേണ്ട, ഈ മനുഷ്യന് വേണ്ട കൊച്ചു കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ഇൻഷുർ ചെയ്യാൻ പിന്നെ എല്ലാവരും പറയും ആ ഡിപ്പാർട്ട്മെന്റിന് കത്തയച്ചിട്ടുണ്ട്, ഹ്യൂമൻസ് വകുപ്പിന് നമ്മളെല്ലാവരും ലെറ്റർ അയച്ചു. ഈ പേപ്പർ വർക്ക് തന്നെ നടക്കുന്നത് എന്തിനാണെന്നറിയോ? ഈ പേപ്പർ വർക്ക് തന്നെ സർക്കാർ ഉദ്യോഗസ്ഥർ നടത്തുന്നത് എന്തിനാന്ന് വെച്ചാൽ പിന്നെ അതായത് ഇപ്പം അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഏതെങ്കിലും പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ഇപ്പം നമ്മൾ 3 പേരോട് ഇങ്ങനെ ഇരിക്കുന്നു, വേണ്ട എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ശരത്തിനോട് പറയും, അല്ലെങ്കിൽ ഞാൻ സുസ്മിതയോട് പറയും. സർക്കാർ സംവിധാനത്തിൽ ഇതൊന്നും റെസ്പോൺസിബിളായിട്ട് ഓൺ ചെയ്യാൻ ആരും ഉണ്ടാവില്ല. അപ്പം നമ്മളിപ്പോൾ ഇത് ഫോണിൽ ഒരാളിനോട് പറഞ്ഞു നീ മറ്റേതങ്ങനെ ചെയ്യണേ എന്ന് പറഞ്ഞാൽ അവന് നാളെ അതിൻ്റെ എന്തെങ്കിലും ഒരു പ്രത്യാഘാതം ഉണ്ടായാൽ അവൻ പൂർണ്ണമായിട്ട് അങ്ങ് നിഷേധിക്കും. അന്നേരം പിന്നെ നമ്മളൊന്നേ കോൾ റെക്കോർഡ് കൊണ്ടുവരാൻ പറയണം, അല്ലെങ്കിൽ പിന്നെ വാട്സപ്പ് എടുക്കാൻ പറയണം, അല്ലെങ്കിൽ പിന്നെ ഇമെയിൽ എടുക്കാൻ പറയണം. ഇപ്പോൾ ഇതാവുമ്പോൾ ഒരു കത്തെഴുതി വിട്ടു, നമ്മളിപ്പോൾ ചോദിക്കുക അത് അവിടെ ഇങ്ങനെ ഒരു ആന വന്ന് നിൽക്കുന്നു, എന്നാൽ ആരാ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഒരു ദിവസം പത്രസമ്മേളനത്തിൽ പറഞ്ഞങ്ങ് ചിരിച്ചല്ലോ പുള്ളി. അതായത് ഈ ആനയെ നേരിടുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്, അപ്പോൾ ആന വന്നാൽ അടിയന്തരമായി ആ കമ്മിറ്റി കൂടി എന്ന് പറഞ്ഞിട്ട് പുള്ളി തന്നെ അറിയാതെ അങ്ങ് പുഞ്ചിരിച്ചു പോയി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത ആലോചിക്കുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അങ്ങനെ നമ്മൾ തന്നെ ഇത് വായിച്ച് നോക്കിയാൽ നമ്മൾ തന്നെ അങ്ങ് ചിരിച്ചു പോകും. അപ്പോൾ ആ പറയുന്ന ഒരു സംവിധാനത്തിലാണ്. അതിൻ്റെ ഒരു കാരണം എന്താ, ഇനി ഒരു മറുവശമുണ്ട്. ഇതിൽ എന്തെങ്കിലും ഒരു കാര്യം അല്ലാതെടുത്താൽ, ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പറയുന്ന ലൈൻ മാറ്റി വേറൊരു വഴിക്കൂടെ വലിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സംഗതി ഇരിക്കുമ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് ചില പ്രാദേശിക പ്രക്ഷോഭങ്ങൾ, ചില ന്യായങ്ങൾ, അപ്പോഴത്തേക്ക് ചില വാർത്തകൾ, അപ്പോഴത്തേക്ക് ഇതിനകത്ത് ഇത്രയും സ്ഥലം ഉണ്ടായിട്ടും ഇവിടെ വലിക്കാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇരുന്ന് ആലോചിച്ചാൽ ഭയങ്കര കോമഡിയാണ്. നമ്മൾ പണ്ട് എന്താ പറയുന്നത്, ബോബനും മോളിയും വായിക്കുന്ന പോലെയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥ. ഈ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ഉൾപ്പെടെയുള്ളവരുടെ, ഇപ്പം നമ്മൾ ഉൾപ്പെടെയുള്ളവരുടെ കാര്യമായി പറയുന്നത്. എല്ലാവർക്കും അതിൻ്റേതായ ന്യായമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ എൻ്റെ പറമ്പിലൂടെ ഓട കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. യഥാർത്ഥത്തിൽ ഒത്തിരി ആളുകൾക്ക് വെള്ളം ഒഴുകി പോകാൻ ഒരു ഓട ആവശ്യമാണ്. അപ്പോൾ ആ ഓട കൊണ്ടുപോകാൻ ഞാൻ പെർമിറ്റ് ചെയ്യത്തില്ല. നമ്മളെ പെർമിറ്റ് ചെയ്യാത്തവനെ കുറ്റം പറയാൻ ചെല്ലുമ്പോൾ അവൻ പറയുന്നത് എന്താണെന്നറിയോ, സാർ ഇത് വെള്ളം മാത്രം ഒഴുകി പോലല്ല ഇതിനകത്ത് നടക്കുന്നത്, ഇനി നാളെ മുതൽ എല്ലാവരുടെയും സെപ്റ്റിക് ടാങ്കിൻ്റെ പൈപ്പ് പോലും ഈ ഓടയിലോട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അനുവദിച്ചാൽ എൻ്റെ ജീവിതം ദുസ്സഹമാവും. നമ്മളിപ്പോൾ വേറൊരു സ്ഥലത്ത് ചെന്നാൽ, ഇപ്പോൾ നമ്മൾ ദുബൈയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും സുഗന്ധം വരുന്ന സ്ഥലം എന്ന് പറയുന്നത് മാലിന്യ നിർമ്മാർജ്ജനം നടക്കുന്ന സ്ഥലത്താണ്. അവിടെ നിന്ന് നമ്മുടെ നാടിൻ്റെ അത്രയും സ്ഥലം പോലും ഇല്ല, പക്ഷേ മാലിന്യ നിർമ്മാർജ്ജനം നടക്കുന്ന ആ പ്ലാന്റിൻ്റെ പരിസരത്ത് ഭയങ്കര സുഗന്ധമാണ്. എന്ന് പറഞ്ഞാൽ ബോധപൂർവം അവിടെ ഒരു സ്മെല്ല് ഉണ്ടാവും എന്നറിഞ്ഞ് അതിന് പ്രിക്കോഷൻ എടുക്കുക. അവിടുന്ന് എപ്പോഴെങ്കിലും ദുർഗന്ധം വന്നാൽ കുറേ പേരുടെ പണി തെറിച്ച്. ഇപ്പോൾ ഇവിടെ നമ്മളിങ്ങോട്ട് വരുമ്പോൾ എന്താ, നമ്മുടെ ഇവിടെ ഒരു സ്ഥലമുണ്ടല്ലോ, എന്താ കേശവപുരോ, ഇവിടെ കരുനാപ്പള്ളിയിൽ, അവിടെ ഒരു കരമാലിന്യത്തിൻ്റെ സംഗതിയുണ്ട്. അതിൻ്റെ പരിസരത്തുള്ള ആളുകൾ അവരുടെ ജീവിതം അവിടെ ദുസ്സഹമായ കഥ പറയുന്നത് കേൾക്കണം. ഈ നഗരം നിക്ഷേപിക്കുന്ന എല്ലാം കൂടെ അങ്ങോട്ടാണ് കൊണ്ടുവന്നത്. പണ്ട് വിളപ്പിൽ ശാല ഉണ്ടല്ലോ, അവിടെ തുറന്നോളാൻ പറഞ്ഞു വിളപ്പിൽ ശാല തിരുവനന്തപുരത്ത്. അവസാനം എന്തായി, അതിൻ്റെ പരിസരത്തുള്ള ആളുകൾക്ക് ദേഹം ചൊറിയാൻ തുടങ്ങി. കാരണം അത് സംസ്കരിക്കുന്നതിന് അതിൻ്റെ സംവിധാനം ഉണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ ഇത് കളക്ടർ ചെയ്ത് ഒരിടത്ത് കൊണ്ടിടുന്നത് അവിടുത്തെ ജീവിതം ഇല്ലാതാക്കുക ചെയ്യുന്നത്. മൊത്തം ജീവൻ കളയുന്നതിനും പകരം അത്രയും ആളുകളെ അത് ബാധിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പല ഡിപ്പാർട്ട്മെന്റുകളിലും ഗവൺമെന്റ് ഓർഗനൈസേഷൻസും ഒക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഡിപ്പാർട്ട്മെന്റ് രൂപീകരിക്കുന്നത്
വളരെ ആവേശത്തോടു കൂടിയായിരിക്കും. ചില പാർട്ടികൾ ഉണ്ടാവും, വളരെ എന്ന് വെച്ചാൽ ആർഭാടകരമായിട്ടുള്ള കുറേ രൂപീകരണങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇതെല്ലാം രൂപീകരിച്ചതിന് ശേഷം അതിൻ്റെ റൂളുകൾ കേൾക്കുമ്പോഴാണ് നമ്മൾ സാറല്ലേ കോമഡി എന്ന് പറയുന്നത്. സത്യം ഇവരുടെ റൂളുകളൊക്കെ എന്ന് വെച്ചാൽ വർഷത്തിൽ ഒരു തവണ യോഗം ചേർന്നാൽ മതി. ഇതിലുള്ള ആളുകൾക്ക് മറ്റ് ബിസിനസ്സുകളായിട്ടും മറ്റ് ജോലികളുമായിട്ടും മുന്നോട്ട് പോകാം. എപ്പോഴും ഇതിനായിട്ട് വന്നിരിക്കണമെന്നില്ല. ഇതിൻ്റെ ഓർഗനൈസേഷൻസും കാര്യങ്ങളും ഒക്കെ അവർ രൂപീകരിക്കുന്ന സമയത്ത് ഇത്രമേൽ പൈസ ഉണ്ടാവും, ഇത്രമേൽ ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഏതെങ്കിലും ഒരു അതോറിറ്റി കൊടുക്കുന്നുണ്ടാകും. പക്ഷേങ്കിൽ ഇവരുടെ തീരുമാനങ്ങൾ, ഇവരുടെ കൂടെ ഇരുന്നുള്ള ചർച്ചകൾ എന്നുള്ളത് വർഷത്തിൽ ഒരിക്കലോ ഒക്കെ ആയിരിക്കും. അത്തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇതെല്ലാം ചെയ്യുമ്പോൾ വേറൊരു കാര്യം അറിയാം. ഇപ്പം സ്കൂൾ PTA അല്ലെ SMS അവരുടെ ഒരു താല്പര്യങ്ങൾക്കെതിരെ ഒരാളൊരു നിലപാട് സ്വീകരിച്ചാലേ വർദ്ധിത വീര്യത്തോടെ ചെല്ലുന്നവരെ ഓടിക്കും. ഞാനൊരു പള്ളിക്കൂടത്തിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടന എന്നെ വിളിച്ചോണ്ട് പോയതാ ഞാൻ പഠിച്ചിരുന്ന സ്കൂളിൽ. അവിടെ ഇതുപോലെ ഞാനവിടെ ചെന്ന് നമ്മളെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ച് നമ്മൾ പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ 100 വർഷത്തിനപ്പുറം പഴക്കമുള്ള സ്കൂളാണ്. അപ്പോൾ ഒരുപാട് പ്രായമായ നല്ല ഡെയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രവർത്തനം അങ്ങോട്ട് തുടങ്ങിയപ്പോൾ അവർക്ക് വേണ്ട എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇപ്പോൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടന എന്ന് പറഞ്ഞൊരു സംഘടന ചെന്നാൽ അവർ കുറച്ച് കാശോ സാമ്പത്തികമോ ഒക്കെ പിരിച്ച് ഇവർക്ക് കൊണ്ട് കൊടുക്കണം. ഈ ഞാൻ എല്ലാ സ്കൂളിലും ഉണ്ടാവുമെന്ന് പറയുന്നില്ല, ഞാൻ പോയ സ്ഥലത്ത്. അതായത് ആ PTA കൊടുക്കണം. ആ PTA കൊടുത്താൽ അവർ ചെയ്തോളാം. അല്ലാതെ വേറൊരാൾ വന്ന് അങ്ങനെ ഷൈൻ ചെയ്യുകയും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് എല്ലായിടും ഇട്ട് തടസ്സപ്പെടുത്തും. അതായത് എല്ലാ സംഗതികളും തടസ്സപ്പെടുത്തും. പിന്നെ നമ്മൾ അതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഈ ഉച്ചഭക്ഷണത്തിലേക്കും കഞ്ഞിയിലേക്കും വിറകിലേക്കും യൂണിഫോമിലേക്കും ഒക്കെ ഇറങ്ങി ചെല്ലുമ്പോൾ പിന്നെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട സംഗതിയായിട്ട് ഈ അവിടെ നിന്ന് ഇത് പണിയെടുക്കുന്നതായി മാറേണ്ടി വരും. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു നല്ല സമയം അതിനുവേണ്ടി പിന്നെ മാറ്റി വെക്കേണ്ടി വരും. അതായത് ആ സിസ്റ്റം റെഡിയാക്കാനും അതിനെതിരെ പോരാടാനും ഒക്കെ. അപ്പം നമ്മൾ ആദ്യം അങ്ങനെ ചിന്തിക്കും, അങ്ങനെ പോരാടിയാലോ എന്ന്. പിന്നെ നമ്മൾ വിചാരിക്കും എന്തിനാ പോരാടുന്നത്. അങ്ങനെ നമ്മൾ പോരാടി നമ്മൾ നിൽക്കുമ്പോഴത്തേക്ക് അതിനകത്ത് എന്തൊക്കെ വരുമെന്നറിയോ? ജാതി വരും, മതം വരും, പിന്നെ ദേശീയത വരും, തീവ്രവാദം വരും, ഇങ്ങനെ പല ഘടകങ്ങൾ വരും. അപ്പോൾ ഏറ്റവും നല്ലത് എന്താണെന്ന് എനിക്ക് തോന്നി ഈ ഒരുപാട് ആളുകൾ പെട്ടിയെടുത്തുകൊണ്ട് പേർഷേ പോയത് ഇത് സഹിക്കാൻ വയ്യാതാണെന്ന് തോന്നുന്നു. അതായത് ഈ പൊതുപ്രവർത്തനം എന്നും പറഞ്ഞ് നടത്തി ഇവിടെ എങ്ങും നിൽക്കാൻ വയ്യാതായിട്ട് അവസാനം എന്നാൽ എവിടെങ്കിലും പോയി മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടി ജീവിച്ചു കളയാവെന്നും പറഞ്ഞ് അങ്ങനെ ഒരുപാട് സാമൂഹ്യ പ്രവർത്തകർ അവിടെ പോയവരുണ്ടെന്ന് എൻ്റെ ഒരു തോന്നുന്നു. ഈ ഹർത്താലും ബന്ധും കൊണ്ട് അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെയും നമ്മുടെ കൂട്ടത്തിൽ ഇങ്ങനെ വർക്ക് ചെയ്തു പോകുന്നു എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഏതായാലും ഈ പറഞ്ഞ സംഗതികൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സിസ്റ്റങ്ങളുടെ നമ്മുടെ പ്രാദേശികമായി ഇതിനകത്ത് 2 കാര്യമുണ്ട് കേട്ടോ. നമ്മളിതിനെല്ലാം ഒരു വേട്ടക്കാരനെ പോലെ കുറ്റം പറയുമ്പോഴും അല്ലെങ്കിൽ ഇരയെപ്പോലെ നമ്മൾ കുറ്റം പറയുമ്പോഴും നമ്മളും വേട്ടക്കാരനാകുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. നമ്മൾ ഇടപെട്ടാൽ, നമ്മളൊരു ആറ്റിറ്റ്യൂഡ് മാറ്റിയാൽ മാറാവുന്ന പല നന്മകളും ഉണ്ട്. നമ്മൾ തന്നെ പലപ്പോഴും പലതിനും അനുവാദം കൊടുക്കാതെ പലരെ ഇട്ട് കുരുക്കി തകർത്ത് വാശിയാക്കി നമ്മൾ അനുവദിക്കാതെ ഒക്കെ ചെയ്യുന്ന ഒത്തിരി സ്ഥലങ്ങളുണ്ട്. നമ്മൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ ഒരു കാര്യത്തിൽ നമ്മളെല്ലാവരും വക്കീല, അഡ്വക്കേറ്റാണ്. വേറൊരാളിൻ്റെ കാര്യത്തിൽ നമ്മളെല്ലാവരും ജഡ്ജ് ചെയ്യാം. നമ്മൾ വിധി പറയും, അവർ അങ്ങനെയാണ് അവരിങ്ങനെയാണെന്ന് പറയും. പക്ഷേ ഈ ബാക്കിയുള്ള കാര്യത്തിലെല്ലാം ഇതുപോലെയാണ്. നമ്മൾ മറ്റേ സംവിധാനം നടന്നില്ല, അത് നടന്നില്ല, ഇത് നടന്നില്ലെന്ന് പരാതിയുണ്ട്. പക്ഷേ നമ്മുടെ ഒരു സംവിധാനത്തിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചരിഞ്ഞിരിക്കുന്ന മരം മുറിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് തൽക്കാലത്തേക്ക് വെള്ളം നമ്മുടെ പറമ്പിലൂടെ ഒന്ന് വെട്ടി ഒഴുക്കി അങ്ങോട്ട് വിട്ടോട്ടെ എന്നുള്ളതിന് നമ്മളൊരു പെർമിഷൻ കൊടുക്കുക. അങ്ങനെ പെർമിഷൻ കൊടുക്കുമ്പം ഈ ഒഴുക്കുന്നവൻ എന്ത് വിചാരിക്കണം, അവരിങ്ങനെ പെർമിറ്റ് ചെയ്യുകയാണ്, അതുകൊണ്ട് അവൻ്റെ പിന്നെ എല്ലാം കൂടെ ഒഴുകി പോകുന്ന പോലെ നമ്മൾ എല്ലാ വെള്ളവും കൂടെ അങ്ങ് ഒഴുക്കണ്ട, അത്യാവശ്യമുള്ളത് നമ്മൾ മാനേജ് ചെയ്യാം എന്നൊക്കെ പറയുന്ന ഒരു പരസ്പര ബഹുമാനത്തിൻ്റെയും ഒരു പരസ്പര ധാരണയുടെയും അടിസ്ഥാനത്തിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുവേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതെ, ഒരു രക്തസാക്ഷി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ ചർച്ച ചെയ്യുന്നുള്ളൂ, ഒരു പ്രശ്നം പരിഹരിക്കപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നുള്ളൂ. അതിനു മുമ്പ് തന്നെ നമ്മൾ അതിൻ്റെ ഒരു ചർച്ചാ വിഷയം മുന്നോട്ട് എത്തിക്കേണ്ടത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് കുറേ കാര്യങ്ങൾ മുന്നോട്ട് എത്തുന്നുണ്ട്, എങ്കിൽ കൂടിയും അതിനൊരു പ്രശ്ന പരിഹാരം ഉണ്ടാകുന്നില്ല, കണ്ടെത്തുന്നുണ്ട്, പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.